ഉണരു നീ വചനമേ, ഉണരു നീ നാദമായി, ഉണരു നീ വചനമേ, ഉണരു നീ ജീവനായി, ഉണരു നീ. സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സ്വർഗ്ഗം തുറക്കട്ടെ. ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. കരങ്ങളടിച്ച് അഭിഷേകത്തോടെ ഇറങ്ങി വരണമേ, ശക്തിപ്പെടുത്തണമേ, അഭിഷേകം ചെയ്യണമേ. ദൈവത്തിന്റെ ആത്മാവ് അഭിഷേകമായി ഈ സമൂഹത്തിന്റെ മേൽ വ്യാപരിക്കട്ടെ. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ശക്തിപ്പെടുത്തുന്ന അഭിഷേകം ചെയ്യുന്ന ആത്മാവേ, ഈ സമയം ഇറങ്ങി വരണമേ. ആത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഇരുകരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ചേ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. അഭിഷേകത്തോടെ അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. കെട്ടുകൾ അഴിയപ്പെടാൻ, പുതിയ കൃപ ലഭിക്കാൻ, അഭിഷേകത്തിന്റെ പുതിയ കൃപ, വരദാന ഫലങ്ങളാൽ അഭിഷേകം ചെയ്യപ്പെടാൻ, കർത്താവിന്റെ കയ്യിലെ മൂർച്ചയേറിയ ആയുധങ്ങളായിട്ട് മാറ്റപ്പെടാൻ ആഗ്രഹിച്ച് സ്തുതിക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ 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 അഴിയട്ടെ. അഭിഷേകം ചെയ്യപ്പെടട്ടെ, അഭിഷേകം ചെയ്യപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ തീ ഇറങ്ങട്ടെ. ശക്തിയോടെ കരങ്ങളടിച്ചേ. പരിശുദ്ധാത്മാവെ അഭിഷേകം ചെയ്യണമേ. ഇവരുടെ വരദാന ഫലങ്ങളാൽ ഇവരെ നിറയ്ക്കണമേ കർത്താവേ. അവിടുന്ന് കൽപ്പിച്ച് അനുവദിച്ചിരിക്കുന്ന ശുശ്രൂഷ മേഖലകളിലേക്ക് ഇവരെ പറഞ്ഞേക്കാൻ കർത്താവെ. വലിയ വിടുതല്, വലിയ മാനസാന്തരത്തിന് അഭിഷേകം, രോഗസൗഖ്യ വരങ്ങൾ ലഭിക്കാൻ ഇവരുടെ കരങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഇവരുടെ കണ്ണുകളെ അനുഗ്രഹിക്കണം. ഇവരുടെ പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. അഭിഷേകം ചെയ്യപ്പെടട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയട്ടെ നിറയട്ടെ. അഭിഷേകം ചെയ്യപ്പെടട്ടെ. ആമേൻ 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 ആമേൻ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിച്ചേ സ്തുതിച്ചേ. കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. സ്വർഗത്തെയും നമ്മളെയും ബന്ധിപ്പിക്കുന്ന പാലങ്ങളായിട്ട് നമ്മുടെ കരങ്ങൾ മാറ്റപ്പെടട്ടെ. സ്വർഗത്തിൽ നിന്ന് അഭിഷേകത്തെ സ്വീകരിക്കാൻ നിങ്ങളുടെ കരങ്ങൾ ഉയരട്ടെ. സ്വർഗത്തിൽ നിന്ന് അഭിഷേകത്തെ സ്വീകരിക്കാൻ നിങ്ങളുടെ വിരിച്ചു പിടിച്ച കരങ്ങൾ ഉയരട്ടെ. എലിയായിൽ ആവസിച്ച പരിശുദ്ധാത്മാവ്, എലീഷായിൽ ആവസിച്ച പരിശുദ്ധാത്മാവേ, എസെക്കിയേലിൽ ആവസിച്ച പരിശുദ്ധാത്മാവേ, യെശയ്യായിൽ ആവസിച്ച പരിശുദ്ധാത്മാവേ, ഈ സമയം ഇറങ്ങി വരണമേ. നടപടി 2:1-4 അഭിഷേകമായി കത്തി ജ്വലിച്ചിറങ്ങിയ പരിശുദ്ധാത്മാവ് ഈ സമയം ഇറങ്ങി വരട്ടെ. ഈ ആലയം മൊത്തം വ്യാപരിക്കട്ടെ. കർത്താവ് ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ മക്കളിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക്, ആത്മീയ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങട്ടെ. കർത്താവേ, ഈ ആലയത്തിലേക്ക് വ്യാപരിക്കട്ടെ. വരാനിരിക്കുന്ന കൺവെൻഷൻ അഭിഷേകമായിട്ട് മാറ്റപ്പെടാൻ, അഭിഷേകം ദേശത്തിന് അനുഗ്രഹമായി മാറ്റപ്പെടാൻ കർത്താവിന്റെ ശക്തി പെയ്തിറങ്ങട്ടെ. ആഗ്രഹിച്ചു പാട്, ആഗ്രഹിച്ചു പാട്. ഓ പരിശുദ്ധാത്മാവേ, അതേ അഭിഷേകം ആഗ്രഹിച്ചേ. ശക്തി പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ഞങ്ങളിൽ
പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയട്ടെ നിറയട്ടെ ഈ സമൂഹത്തിൽ നിറയണമേ. കണ്ണുകളടച്ച് 3 ആത്മീയ നിയോഗങ്ങളെ നിങ്ങൾ ചോദിച്ചേ. കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടാനുള്ളതാണ് ആത്മീയ നിയോഗങ്ങൾ. ചോദിക്കാം. ആത്മീയമായ നിങ്ങളുടെ 3 ഇൻറ്റൻഷൻ സമർപ്പിച്ച് കൃപ ചോദിച്ചേ ഈശോയോട്. കർത്താവേ, ഈ ശുശ്രൂഷകനിൽ ഇന്ന പുരോഹിതനിൽ ഇന്ന സിസ്റ്റർ നിറഞ്ഞു നിൽക്കുന്ന ഈ കൃപ കർത്താവെ ഞാൻ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്നു, ചോദിക്കുന്നു. ഈ കൃപ നിങ്ങൾ ചോദിക്കുക. നിങ്ങൾ ആരെങ്കിലും കണ്ട് കർത്താവെ ഇത്ര വലിയൊരു അഭിഷേകം നീ വ്യക്തിക്ക് കൊടുത്തല്ലോ എന്ന് നിങ്ങൾ ചോദിച്ച, നിങ്ങൾ അത്ഭുതത്തോടെ കണ്ട ആ കൃപ ഈ സമയം നിങ്ങൾ ചോദിച്ചേ. പരിശുദ്ധാത്മാവ് സമയം നിങ്ങളുടെ മേൽ കടന്നു വരുന്ന സമയമാണ്. ആരിലെങ്കിലും നിങ്ങൾ ചില കൃപകൾ കണ്ട് അത്ഭുതത്തോടെ നോക്കിയിട്ടുണ്ട്, അസൂയോടെ നോക്കിയിട്ടുണ്ട്. അതാവ് ഈ കൃപ എനിക്കും കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചു പോയ ചില കൃപകളുണ്ട്. വിശുദ്ധരിൽ വിളങ്ങിയിരുന്ന വിശുദ്ധിയുടെ അഭിഷേകം ചോദിക്കുക. തരപ്പെടും. നിങ്ങൾ എത്രയോ അധികം ചോദിക്കണം ഈശോയോട്, എത്രയോ അധികം ചോദിക്കണം. മറിയം വഴി, പരിശുദ്ധ മറിയം വഴി നമ്മൾ ചോദിക്കണം. സകല വിശുദ്ധരിലൂടെ ചോദിച്ചേ, സ്ലീഹന്മാരിലൂടെ ചോദിച്ചേ, കർത്താവിൻ്റെ അപ്പോസ്തല ഗണങ്ങളോട് ചേർന്ന് ചോദിക്കുക. തരും. പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നത് ഈശോയ്ക്ക് ഇഷ്ടം. ആത്മീയ നിയോഗങ്ങൾ ചോദിക്കുന്ന വ്യക്തിയെ സ്വർഗം എത്രയോ അധികം മാനിക്കും. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തെ ഭൂമിയിൽ ആക്കി തീർക്കാനായിട്ടാണ് ആത്മീയ കൃപകൾ. അതുകൊണ്ട് അത് ചോദിക്കുന്നവൻ സ്വർഗത്തിൻ്റെ പ്രിയപ്പെട്ടവനും പ്രിയപ്പെട്ടവളുമാണ്. ചോദിക്കുക. കർത്താവെ, അഭിഷേകം ചെയ്യണമേ, കെട്ടുകൾ അഴിക്കണമേ, ബന്ധനങ്ങൾ അഴിക്കണമേ. വരാതിരിക്കുന്ന ശുശ്രൂഷ കർത്താവെ, വട്ടാലച്ചൻ്റെ കൺവെൻഷൻ അഭിഷേകമായിട്ട് മാറ്റപ്പെടാൻ, ദേശത്തിന് അനുഗ്രഹമായിട്ട് മാറ്റപ്പെടാൻ ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം കർത്താവ് ഈ മണ്ണിൽ പ്രസംഗിക്കപ്പെടുമ്പോൾ, പ്രഘോഷിക്കപ്പെടുമ്പോൾ കർത്താവിൻ്റെ ഒത്തിരി മക്കൾ അവിടെ നിന്ന് വിടുതലും അനുഗ്രഹവും സൗഖ്യവും പ്രാപിച്ചു മടങ്ങാൻ, ദേശത്തുള്ള തിന്മയുടെ കെട്ടുകൾ അഴിയപ്പെടാൻ അത് കാരണമാകാൻ സമർപ്പിച്ചേ. ഓ പരിശുദ്ധാത്മാവിനുടെ മേല ആവസിക്കണമേ. ഓ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, നിന്റെ അഭിഷേകം അവരുടെ മേൽ ഈ സമയം ഇറങ്ങി വരട്ടെ. ഇതിപ്പോൾ നിന്നോട് അപേക്ഷിക്കുന്ന ഈ നിയോഗത്തിൻ്റെ മേൽ ഓ പരിശുദ്ധ മറിയമേ അമ്മേ, ഈ മക്കൾക്ക് വേണ്ടി നീ മധ്യസ്ഥം വഹിക്കണമേ. ഓ വിശുദ്ധ മിഖായേലേ, ശുശ്രൂഷ ജീവിതത്തിൽ നിന്ന് ഞങ്ങളെ പിന്നോട്ട് വലിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെ നീ തുരത്തണമേ. ആത്മീയ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടാൻ, അഭിഷേകത്തിൽ മുന്നേറാൻ ആവശ്യമായിട്ടുള്ള കൃപ വാങ്ങി നൽകണമേ. അമേൻ, 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 അമേൻ. ഓ പരിശുദ്ധാത്മാവേ, സ്തുതിക്കുന്നു. അമേൻ, അമേൻ, അമേൻ. പരിശുദ്ധമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. തമ്പുരാൻ്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഓടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും നമ്മൾ യോഗ്യരാകുവാൻ, ഈശോ മിശിഹായുടെ വാഗ്ദാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് വീണ്ടും ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകുവാൻ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് അമ്മയെ സ്വാഗതം ചെയ്തുകൊണ്ട് 3 തവണ നമുക്ക് ആവേ മരിയ എന്ന ഈരടി പാടി ദൈവത്തെ മഹത്വപ്പെടുത്തി, അമ്മ വഴി മഹത്വപ്പെടുത്തി. അമ്മേ
അമ്മയെ സ്വാഗതം ചെയ്തേ, കരങ്ങൾ വീശി. ആവേ മരിയ, അമ്മ കടന്നു വരട്ടെ. ആവേ ആവേ ആമേൻ, ആമേൻ, ആമേൻ. ആവേ മരിയ, വിടും. ആവേ 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 മരിയ, ആവേ 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 മരിയ. ഒരിക്കൽ കൂടെ, ഒരിക്കൽ കൂടെ. ആവേ 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 മരിയ, ആവേ 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 മരിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരിക്കെ. ഈശോയുടെ നാമത്തിൽ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവർ, ഈ ഒരു ദിവസം ദൈവം നമ്മൾക്ക് നൽകി നമ്മളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. കർത്താവിൻ്റെ വലിയ കരുണയാണ് ഈ ഒരു ദിവസം, പ്രത്യേക ദിവസം, പരിശുദ്ധ അമ്മയുടെ ദിവസം. ഈ ആലയത്തിൽ ഒത്തിരി വചനങ്ങൾ പ്രഘോഷിക്കപ്പെടുന്ന ഈ സെൻട്രൽ ഈശോയുടെ കൂടെ ആയിരിക്കാൻ ദൈവം നമ്മളെ അനുവദിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് കർത്താവിൻ്റെ വലിയ പ്രവാചകൻ്റെ വലിയൊരു ശുശ്രൂഷ ഈ വേദിയിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻവട്ടായ അച്ഛൻ്റെ വലിയൊരു കൺവെൻഷൻ ഇവിടെ നടക്കുമ്പോൾ അതിൻ്റെ ഒരുക്ക ശുശ്രൂഷയായിട്ട് നമ്മളിത് ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇരട്ടി അഭിഷേകം ചോദിച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. ഇരട്ടി ചോദിക്കണം നമ്മൾ ഈശോയോട്, ഇരട്ടി ചോദിക്കണം. ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഒരു വിളി എന്ന് പറഞ്ഞതിനെ നമുക്ക് ചുരുക്കാൻ പറ്റില്ല. മറിച്ച് ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവ് നമ്മുടെ തലമുറകളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ശുശ്രൂഷ ജീവിതം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഒരു ശുശ്രൂഷയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിട്ടോ, നിങ്ങളുടെ തലമുറയിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾക്ക് വിടുതലായിട്ടാണ് നിങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നത്. തലമുറകളിൽ നിന്ന് മരിച്ചുപോയ ആത്മാക്കൾക്ക് സ്വർഗം നേടിക്കൊടുക്കാൻ നിങ്ങൾ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയ്ക്കും ബലമുണ്ട്, അഭിഷേകമുണ്ട് എന്നുള്ളത് നിങ്ങൾ മറക്കരുത്. എവിടെയെല്ലാം ദൈവത്തിൻ്റെ നാമത്തിൽ പരിശുദ്ധ വചനം പ്രഘോഷിക്കാനും വചനവുമായി ബന്ധപ്പെട്ട ശുശ്രൂഷ മേഖലകൾ, അടുക്കള മുതൽ അൾത്താര വരെ കർത്താവ് നമ്മളെ ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു പ്രത്യേക മിനിസ്ട്രിയിലേക്ക് വിളിച്ചിട്ടുണ്ടോ? പ്രിയമുള്ള ദൈവജനമേ, അവിടെയെല്ലാം നിങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങണം. അവിടെയെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾ കടന്നു എന്ന് അവിടെ എന്തെല്ലാം നിങ്ങളുടെ അധരത്തിലൂടെ നിങ്ങളിലൂടെ കർത്താവിന് ചെയ്യാനുണ്ടോ അതിനെല്ലാം നിങ്ങളൊരു ഇൻസ്ട്രുമെൻ്റ് കണക്കെ നിന്നു കൊടുക്കുന്നിടത്ത് ദൈവരാജ്യം നമ്മൾ സംജാതമാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള പാപത്തിൻ്റെ മാലിന്യങ്ങൾ, നമ്മുടെ മനസ്സിൽ സ്വരുക്കൂട്ടിയിരിക്കുന്ന പാപത്തിൻ്റെ മാലിന്യങ്ങൾ, തലമുറയിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെട്ട് നമുക്ക് വിഹിതമായിട്ട് അവകാശം ലഭിച്ച ശാപത്തിൻ്റെ കെട്ടുകൾ, ഇതെല്ലാത്തിനെയും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ നിർവീര്യമാക്കുന്ന ഏറ്റവും വലിയ മിനിസ്ട്രിയാണ് കർത്തൃ ശുശ്രൂഷ എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 7 മുതലുള്ള തിരുവചനമാണ് നമ്മളിന്ന് ശ്രവിക്കുന്നത്. നമുക്കധികം സമയമില്ല, ചെറിയൊരു മിനിസ്ട്രി ആയതുകൊണ്ട് ഒത്തിരി സമയമില്ല. അതുകൊണ്ട് ഡയറക്റ്റ് ഞാൻ വചനത്തിലേക്ക് പ്രവേശിക്കാം. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 7 മുതലുള്ള തിരുവചനമാണ് നമ്മൾ ഇന്ന് വിചിന്തനത്തിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. എന്താണ് ശുശ്രൂഷ എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം നമ്മൾക്കറിയാം. ഞാൻ പറഞ്ഞിട്ട് വേണ്ട നിങ്ങൾക്കതറിയാൻ. എങ്കിൽ പോലും വചനത്തിലൂടെ നമ്മൾ ആ ശുശ്രൂഷയുടെ വിളിയെക്കുറിച്ച് നമ്മളൊന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുക. അതിൽ പ്രകാരം പറയും, നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു. കൃപ നൽകുന്നത് എന്തിൻ്റെ അനുസരിച്ചാണ്? ദാനത്തെ അനുസരിച്ചാണ് കൃപ ലഭിക്കുകയുള്ളൂ. ദാനം എന്ന് പറയുന്നത് എന്താണ്? യോഗ്യതയുള്ളവന് ലഭിക്കുന്നതാണ് ദാനം. ആ ദാനത്തെ കീപ്പ് ചെയ്യുന്നവർക്ക് മാത്രമേ കൃപ ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ. യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയ ദാനം മിസ്യൂസ് ചെയ്യുന്നിടത്ത്, അതിനെ നമ്മൾ വഴിമാറ്റി ചെലവഴിക്കുന്നിടത്ത് കൃപ വർദ്ധിക്കില്ല. കൃപ വർദ്ധിക്കില്ല. പലപ്പോഴും നമ്മൾ കൃപകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൃപ ആക്റ്റീവ് ആകാത്തതിന് കാരണം ദൈവം നൽകിയ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനം അത് നമ്മളിൽ നിലനിൽക്കാത്തത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിലനിൽക്കാത്തതിനുള്ള തടസ്സം എന്താ പ്രിയപ്പെട്ടവരെ? ഫലങ്ങൾ വർക്കൗട്ട് ആവാത്തത് കൊണ്ടാണ്.
പരിശുദ്ധാത്മാവ് നൽകുന്ന ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് എന്താണ്? വരങ്ങളാണ്. വരങ്ങൾ അഥവാ കൃപകൾ ഉജ്ജ്വലിക്കണമെങ്കിൽ ദാനങ്ങൾ കിട്ടിയ വ്യക്തിയായിരിക്കണം, ദാനങ്ങൾ സൂക്ഷിക്കുന്ന വ്യക്തിയായിരിക്കണം. ദാനം, എനിക്കൊരാൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെങ്കിൽ അയാളിലുള്ള ദാരിദ്ര്യമാണ് എനിക്ക് അയാൾക്കിത് കൊടുക്കാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം. അയാൾക്ക് ഒരു ചാക്കരി ഞാൻ കൊടുക്കുക, കാരണം അയാൾക്ക് പട്ടിണിയാണ് എന്ന് പറയുന്നത് പോലെ എൻ്റെ ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എന്നിൽ ലോകത്തിൻ്റേതായിട്ടുള്ളതൊന്നും ഇല്ല, ദൈവത്തിൻ്റേത് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നുള്ള യോഗ്യത അനുസരിച്ച് സ്വർഗം പ്രൊവൈഡ് ചെയ്യുന്നതാണ്, പരിശുദ്ധാത്മാവ് തരുന്നതാണ് ദാനങ്ങൾ. ഈ ദാനങ്ങൾ നമ്മൾ എങ്ങനെ സൂക്ഷിക്കുന്നുവോ അതനുസരിച്ച് കൃപ ക്രെഡിറ്റ് ആവുകയുള്ളൂ പ്രിയപ്പെട്ടവർ. അതല്ലെങ്കിൽ ഒരിക്കലും കൃപ ക്രെഡിറ്റ് ആവില്ല. കണ്ടിട്ടില്ല, ചില ശുശ്രൂഷകരെന്നും ഒരേ ശുശ്രൂഷ തന്നെ ചെയ്തുകൊണ്ട് അവരുടെ ജീവിതം അവസാനിപ്പിക്കും. എന്നും ഒരേ ശുശ്രൂഷയിൽ തന്നെ ആദ്യന്തം അവരൊരു ശുശ്രൂഷയിൽ തന്നെ ആയിരിക്കും. അതിൽ നിന്നൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ അവർക്ക് സാധിക്കാത്ത എന്തുകൊണ്ടാണ്? ഈ കൃപയെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ്. കൃപ വർദ്ധിക്കണമെങ്കിൽ ദാനത്തിൻ്റെ വേര് പിടിച്ചേ കൃപ വർദ്ധിക്കുള്ളൂ. ഹല്ലേലൂയ. ദാനങ്ങൾ നഷ്ടപ്പെടുത്തുന്ന വ്യക്തിയെ സംബന്ധിച്ച് കൃപകൾ വർദ്ധിക്കില്ല പ്രിയപ്പെട്ടവരെ. പരിശുദ്ധാത്മാവ് നൽകിയ ദാനം നമ്മുടെ യോഗ്യത കൊണ്ട് നൽകുന്നതാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമ്മുടെ യോഗ്യതയാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ്. ഒരു വൃക്ഷം വെച്ചാൽ അതിലേക്ക് ഫലം നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നില്ല, ആ വൃക്ഷമാണ് ഫലം പുറപ്പെടുവിക്കുന്നത്. ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലം. ഒരിക്കലും നൽകപ്പെടുന്നില്ല, നമ്മൾ പുറപ്പെടുവിക്കണം. നമ്മിൽ നിന്ന് പുറപ്പെടേണ്ടതാണ് ഫലങ്ങൾ. നമ്മളിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുമ്പോൾ ദൈവം നമ്മളെ യോഗ്യതയുള്ളവരായിട്ട് കാണുമ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നതാണ് ദാനം എന്ന് പറയുന്നത്. ഈ ദാനത്തെ സൂക്ഷിക്കുന്ന വ്യക്തികൾക്കേ കൃപ ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതല്ലാതെ കൃപ ലഭിക്കുന്നൊരു ഗ്രൂപ്പുണ്ട്, അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. പെട്ടെന്നൊരു കോള് വന്നു, ഒരു ദർശനത്തിലോ ഒരു സ്വപ്നത്തിലോ ഒരു സഹനത്തിലോ. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആത്മായരെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു കഥ നമുക്ക് പറയാനുണ്ടാകും, ഏതെങ്കിലും ഒരു സാക്ഷ്യം നമ്മുടെ ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഇറങ്ങാൻ ഒരു സാക്ഷ്യത്തിൻ്റെ ഒരു പിൻബലം നമുക്കുണ്ടാകും. ഒരു കണ്ണുനീരിൻ്റെ കഥയോട് ചേർന്നായിരിക്കും കർത്താവിനെ നമ്മൾ അറിയുന്നത്. അതാണ് നമ്മൾക്ക് നൽകിയിരിക്കുന്ന ദാനം. ആ സഹനമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദാനം. ആ സഹനത്തെ അതിൻ്റെ മാറ്റു കുറയാതെ കൊണ്ട് നടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് കൃപയിലേക്കുള്ള ചവിട്ടുപടിയാണ് നമ്മുടെ സഹനങ്ങളെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നമുക്ക് ഓരോരുത്തർക്കും ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി കൃപ നൽകപ്പെട്ടിരിക്കുന്നു. കൃപ ദാനം കൂടാതെ കൃപ തനിച്ച് പുറപ്പെടുന്നില്ല. അതുകൊണ്ട് ദാനത്തെ പരിപോഷിപ്പിക്കണം. പരിശുദ്ധാത്മാവ് നൽകിയ ദാനത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട്, ബോധ്യം നമുക്കുണ്ടാവണം. നമ്മൾ ഓരോ പ്രാർത്ഥനകളിൽ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഇൻറ്റൻഷൻ നമ്മൾ സമർപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ ദാനത്തെയാണ് മിസ്യൂസ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളുടെ ദാനത്തെ മിസ്യൂസ് ചെയ്യുകയാണ്. ഒരിക്കലും ശുശ്രൂഷ വിളി ലഭിച്ച വ്യക്തി ഒരിക്കലും നമ്മൾക്ക് ലഭിച്ച ദാനങ്ങൾ നിയോഗങ്ങൾക്ക് വേണ്ടി വഴി മാറ്റി ചെലവഴിക്കാൻ പാടില്ല. ശുശ്രൂഷ വിളി ലഭിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും കർത്താവായ യേശുവിൻ്റെ നാമത്തെ നിങ്ങളൊന്നും വേണ്ട, ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുമെങ്കിലും നിങ്ങൾ പോകുന്നുണ്ടോ? നിങ്ങൾ കർത്താവിൻ്റെ രാജ്യ വേലയിലുള്ള പടയാളികളും പങ്കാളികളുമാണ്. അങ്ങനെ ആയിരിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിളിയുടെ പ്രത്യേകത അനുസരിച്ച്, പ്രാർത്ഥനയുടെ രീതി അനുസരിച്ച് നിങ്ങളുടെ പ്രാർത്ഥനകളും, നമ്മളൊരു ശുശ്രൂഷകൻ പ്രാർത്ഥിക്കുന്നതും സാധാരണ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നതും, ശുശ്രൂഷകൻ്റെ സ്തുതിപ്പും സാധാരണ ഒരു വ്യക്തിയുടെ സ്തുതിപ്പും വ്യത്യാസമുണ്ട്. കാരണം ശുശ്രൂഷകൻ സ്തുതിക്കുമ്പോൾ അതിന് ഇരട്ടി സ്പീഡാണ്. കാരണം അവൻ്റെ നാവിൽ ശുശ്രൂഷ വിളിയുള്ളതുകൊണ്ട് അവൻ്റെ സ്തുതിപ്പിന് ഇരട്ടി വേഗമുണ്ട്. അപ്പോൾ ഇരട്ടി വേഗത്തെ അനേകർക്ക് വേണ്ടി കർത്താവ് നമ്മളുടെ നാവിൽ വെച്ച് തന്നിരിക്കുന്ന അനുഗ്രഹത്തെ നമ്മുടെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ വഴിമാറ്റി ചെലവഴിച്ചുകൂടാ. ഹല്ലേലൂയ. അങ്ങനെ വരുന്നിടത്ത് ഒരിക്കലും കൃപ വർദ്ധിക്കില്ല. ഉത്കണ്ഠകൾ ഉള്ളിടത്തും കൃപ വർദ്ധിക്കില്ല. ജീവിതത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ച്, വരുമാനത്തെക്കുറിച്ച് ഉത്കണ്ഠകളുണ്ടോ? കൃപ വർദ്ധിക്കില്ല.
കൃപ എത്ര വളരണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാലും കൃപ എന്നും ഒരേ അളവിൽ തന്നെ ഇങ്ങനെ നിൽക്കും, വർദ്ധിക്കത്തില്ല. കാരണം എന്താ? ഉത്കണ്ഠകൾ എന്ന് പറയുന്ന സാത്താൻ്റെ ആ രൂപി നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും ശുശ്രൂഷ വെളിയിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിട്ടുണ്ടോ? ഏത് മേഖലയെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടുന്നുവോ അത് നിങ്ങളെ കീഴ്പ്പെടുത്തുകയില്ല. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏത് മേഖലയെക്കുറിച്ച് നിങ്ങൾ ഉത്കണ്ഠപ്പെടുന്നുവോ അത് നിങ്ങൾ ഒരിക്കലും ഭരിക്കുകയില്ല. ശുശ്രൂഷ വെളിയിലേക്ക് പ്രവേശിച്ച വ്യക്തി ചിലപ്പോൾ കടബാധ്യതയുടെ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴായിരിക്കും വെളി കിട്ടിയത്. അപ്പോഴും ഈ ഉത്കണ്ഠ, കടബാധ്യതകളെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഈ ശുശ്രൂഷയിൽ ഈ ശുശ്രൂഷകനോട് കൂടെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഒരിക്കലും ശുശ്രൂഷ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്ത് കാരണം കൊണ്ട് ശുശ്രൂഷ ജീവിതത്തിലേക്ക് വന്നുവോ ആ കാരണം ഒരിക്കലും ആ വ്യക്തിയെ നശിപ്പിക്കാൻ സ്വർഗം സമ്മതിക്കത്തില്ല. കാരണം അത് നമ്മൾ അതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുമ്പോൾ മാത്രമേ നമ്മൾ അതിന് വീണു പോകുന്നുള്ളൂ. നമ്മളതിനെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുന്നില്ലെങ്കിൽ ആ കാരണം നമ്മളിൽ കൺവേർട്ട് ചെയ്ത് കൃപയായിട്ട് മാറ്റപ്പെടും. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കൺവേർട്ട് ചെയ്ത് കൃപയായിട്ട് മാറ്റണം. ഉത്കണ്ഠകളെ പോഷിപ്പിക്കരുത്, ഉത്കണ്ഠകളെ നമ്മൾ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഉത്കണ്ഠകൾക്ക് വേണ്ടി ഒഴുക്കാൻ കണ്ണുനീരിനെ വഴിമാറ്റി ചെലവഴിക്കരുത്. പാപത്തെ പ്രതി കരയാൻ വേണ്ടി ദൈവം തന്നിട്ടുള്ള വിലപ്പെട്ട നീരൊഴുക്കാണ് കണ്ണുനീരെന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനെ വഴിമാറ്റി ഏതെങ്കിലും നമ്മുടെ ഈ കാര്യം നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴുക്കാനുള്ളതല്ല കണ്ണുനീര് ശുശ്രൂഷകൻ്റെ. കാരണം നമ്മുടെ കണ്ണുനീരിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? അനേകായിരങ്ങൾ അതുവഴി ബലം പ്രാപിക്കുന്നുണ്ട്. അനേകായിരങ്ങളുടെ ജീവിതത്തിലെ നനവ്, ഡ്രൈനസ് മാറ്റാനുള്ള നനവാണ് നമ്മുടെ കണ്ണുനീര്. അതുകൊണ്ട് നമ്മുടെ കണ്ണുനീര് നമ്മുടെ ഉത്കണ്ഠയ്ക്ക് വേണ്ടി ഒഴുക്കിയാൽ പ്രിയപ്പെട്ടവരെ കുടുംബത്തിൽ നിന്ന് ദുരിതങ്ങൾ ഒഴിയത്തില്ല. ശുശ്രൂഷകൻ്റെ കുടുംബത്തിൽ ദുരിതങ്ങൾ ഒഴിയാത്തതിന് കാരണം എന്താണെന്നറിയോ? അവന് ലഭിച്ച കൃപ അവൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ആ ശുശ്രൂഷൻ്റെ കുടുംബത്തിൽ അനുഗ്രഹമല്ല, അവിടെ എപ്പോഴും ദുരിതങ്ങൾ കുന്നുകൂടും. പ്രിയപ്പെട്ടവരെ, ഇത് ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ നിന്ന് കിട്ടിയ പാഠമാണ്. ആദ്യകാലങ്ങളിൽ കിട്ടിയ കൃപ സ്വന്തം ആവശ്യത്തിന് വേണ്ടി തന്നെ വഴിമാറ്റി ചെലവഴിച്ചപ്പോൾ അനർത്ഥങ്ങളുടെയും സഹനങ്ങളുടെയും, ദൈവം അനുവദിക്കാത്ത സഹനങ്ങളുടെ പെരുമഴയായിരുന്നു ഭവനങ്ങളിൽ. എന്തുകൊണ്ടാണ്? ദൈവം തന്നത് ദൈവത്തിനുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഒരു പ്രത്യേക കൃപ നിനക്ക് തന്നിട്ടുണ്ടോ? നിനക്കുള്ളതല്ല, ദൈവത്തിൻ്റെ ആത്മാക്കൾക്ക് വേണ്ടി നിന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. വഴിമാറ്റി ചെലവഴിക്കരുത്, വഴിമാറ്റി ചെലവഴിക്കരുത്. കൃപയിൽ ആഴപ്പെടണം. കൃപയിൽ ആഴപ്പെടണമെങ്കിൽ ലഭിച്ച ദാനത്തെ സൂക്ഷിക്കാൻ നമ്മൾ പഠിക്കണം. പ്രിയപ്പെട്ടവരെ, ലഭിച്ച ദാനം പാപത്തിൻ്റെ മാലിന്യത്തിൻ്റെ ചേറ്റിലേക്ക് ആ ദാനത്തെ നമ്മൾ കൊണ്ടുപോയി ഇടരുത്. അങ്ങനെ ഇടുന്നിടത്ത് കൃപ ഒരിക്കലും വർക്കൗട്ട് ആവില്ല. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, അവൻ ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി മനുഷ്യർക്കവൻ ദാനങ്ങൾ നൽകി. അസംഖ്യം തടവുകാരെ, ബന്ധനത്തിലായിരുന്ന ബന്ധനങ്ങളുടെ കെട്ടുകളെ അവൻ അഴിച്ചുവിട്ടു അവൻ ഉന്നതങ്ങളിലേക്ക് പോയപ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ കുരിശിൻ്റെ വഴിയിൽ കർത്താവിൻ്റെ മരണസമയത്ത് നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നതാ, അസംഖ്യം തടവുകാരെ, ബന്ധനത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്ന അൺക്ലീൻ സ്പിരിറ്റുകൾ മോചിപ്പിക്കപ്പെട്ടു. പ്രിയപ്പെട്ട ദൈവജനമേ, അതിനെ കർത്താവ് ആട്ടിപ്പായിച്ചു, വിടുവിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. 4 സുവിശേഷങ്ങൾ എടുത്തു നോക്കിയോ, ഒരിടത്തും ഈശോ ബന്ധിച്ചിട്ടില്ല, പുറത്താക്കിയിട്ടേ ഉള്ളൂ. ഒരിടത്തും ഈശോ ബന്ധിച്ചിട്ടില്ല, പുറത്താക്കിയിട്ടേ ഉള്ളൂ. പക്ഷേ ഈ കാലഘട്ടം നിങ്ങൾ എടുത്തു നോക്കിയോ, ശുശ്രൂഷകർ വഴിമാറ്റി ബന്ധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. ബന്ധിക്കാൻ തുടങ്ങുമ്പോൾ അൽമായരെ സംബന്ധിച്ച് നമ്മളുടെ കുടുംബത്തിൻ്റെ അവസ്ഥകൾ കൂടെ നമ്മൾ നോക്കണം. പുറത്താക്കുന്നിടത്തും വ്യത്യാസമുണ്ട്, ബന്ധിക്കുന്നിടത്ത് വ്യത്യാസമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ മറ്റൊരു വ്യക്തിയിലുള്ള തിന്മയെ ഒരു അൽമായൻ ബന്ധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ബന്ധിക്കപ്പെടുന്നത് മുഴുവൻ എൻ്റെ കുടുംബത്തിൽ എത്ര അവസ്ഥയുണ്ടോ അത്രയും അവസ്ഥകളിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എന്നുള്ളത് കൂടെ നമ്മൾ ഓർക്കണം. കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യരോടുകൂടെ ഈശോ ആയിരിക്കുന്ന സമയത്തെല്ലാം കർത്താവ് അവരെ പ്രാർത്ഥിക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യം ക്രിസ്തുവിന് വന്നില്ല.
അതുകൊണ്ട് ശിഷ്യന്മാർ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നൊരിക്കൽ പോലും യേശുവിനോട് ആവശ്യപ്പെടുന്നില്ല. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം, ഇതാണ് അവരുടെ ഡിമാൻഡ്. പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ശുശ്രൂഷകൻ്റെ ഡിമാൻഡ് അതല്ല, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ശുശ്രൂഷ ജീവിതത്തിലേക്ക് ഒരു വ്യക്തി തിരഞ്ഞെടുത്താൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് അവൻ തന്നെ ഫോം ചെയ്യുക. അപ്പോൾ പിന്നെ അവൻ എന്താ പണി? ആ വ്യക്തിക്ക് എന്താ ജോലി? പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ ശിഷ്യന്മാരും ഈ കാലഘട്ടത്തിലെ ശുശ്രൂഷകർ തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ കാലഘട്ടത്തിൽ നമ്മൾ ശുശ്രൂഷക്കിറങ്ങുമ്പോൾ നമുക്കൊരു പരിവാരം വേണം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ഗ്രൂപ്പ് വേണം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അങ്ങനെ പറയാനായിട്ടൊരു ഗ്രൂപ്പിനെ നമ്മൾ ഒരുക്കി നിർത്തിയിട്ടാണ് നമ്മൾ ശുശ്രൂഷക്കിറങ്ങുന്നത്. അത് തന്നെ ശുശ്രൂഷകൻ്റെ ഏറ്റവും വലിയ കുറവാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ജനിച്ചതും നീ വളരുന്നതും നീ മരിക്കുന്നതും ഒറ്റയ്ക്കാണ്, മറക്കരുത്. നിൻ്റെ ശുശ്രൂഷ ജീവിതത്തിലും നീ ഒറ്റയ്ക്കാണെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ മാലാഖമാർ നിൻ്റെ സഹായത്തിനെത്തുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കർത്താവിൻ്റെ നാമത്തിൽ ഇറങ്ങണം. അവിടെ ദൈവത്തിൻ്റെ മാലാഖമാർ, ദൈവത്തിൻ്റെ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അവിടെയാണ് നമ്മൾ ബലപ്പെടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, മറ്റൊരു വ്യക്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളത് എൻ്റെ ധൈര്യമായിട്ട് ഞാൻ കാണരുത്. അതെൻ്റെ കുറവാണ്. ശുശ്രൂഷകനെ സംബന്ധിച്ച് അത് കുറവാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അവൻ ഉദ്ധാനം ചെയ്തപ്പോൾ ഒത്തിരി കൃപകൾ, ഒത്തിരി ദാനങ്ങൾ മനുഷ്യ മക്കൾക്ക് നൽകി. അവൻ നൽകിയ ദാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാണ്. ഈ ദാനം നൽകപ്പെട്ടപ്പോൾ അത് മണ്ണിൽ കുഴിച്ചിടാതെ അതിനെ ഇരട്ടിയാക്കാൻ ശ്രമിച്ച താലന്തുകളുടെ ഉപമയിൽ പറയുന്നത് പോലെ, പ്രിയമുള്ള ദൈവജനമേ, മണ്ണിൽ കുഴിച്ചിടുക എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യ, നീ മണ്ണാകുന്നു. ഈ മണ്ണിൽ താലന്തുകൾ കുഴിച്ചിടരുത്. അതായത് നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപയെന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് രോഗസൗഖ്യം കൊടുക്കാനുള്ളതല്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൃപ ഒരു വ്യക്തിയുടെ കടബാധ്യത മാറ്റാനുള്ളതല്ല. ഇതെല്ലാം മണ്ണിൽ കുഴിച്ചിടുന്ന താലന്തുകളാണ്. ഹല്ലേലൂയ. കൃപ എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളെ സ്വർഗത്തിലേക്ക് നേടിക്കൊടുക്കാൻ സ്വർഗം ശുശ്രൂഷകൻ അനുവദിച്ചതിൻ്റെ പേരാണ് കൃപ. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, പാപത്തിൽ ജീവിക്കുന്നവനെ കൃപയിലേക്ക് അല്ലെങ്കിൽ യേശുവിലേക്ക് അടുപ്പിക്കാൻ ദൈവം ഒരു ശുശ്രൂഷകന് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പേരാണ് കൃപ. പക്ഷേ ഇന്ന് ഈ കാലഘട്ടം നമ്മൾ എടുത്തു നോക്കിക്കോ, നമുക്ക് ലഭിച്ചിരിക്കുന്ന കൃപകൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മകളുടെ കല്യാണം നടക്കുന്നില്ല, കെട്ടിയൻ്റെ മദ്യപാനം മാറുന്നില്ല, കുടുംബത്തിൽ രോഗം വിട്ടുമാറുന്നില്ല. കൃപകൾ ഏതു വഴിക്കാണ് പോകുന്നത്? പ്രിയപ്പെട്ടവരെ, മണ്ണിൽ കുഴിച്ചിടുകയല്ലേ. മനുഷ്യനെന്ന് പറയുന്ന മണ്ണിൽ ഈ കൃപകൾ കുഴിച്ചിടുക. കൃപകളെ ദൈവം തന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ആ മനുഷ്യൻ്റെ ഉള്ളിൽ വസിക്കുന്ന ആത്മാവ് സ്വർഗത്തിൽ എത്തിക്കാൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന കൃപകളെ മനുഷ്യൻ എന്ന് പറയുന്ന മണ്ണിൽ കുഴിച്ചിട്ടിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനുഷ്യൻ എന്ന് പറയുന്ന മണ്ണിൽ നമ്മൾ കൃപകളെ കുഴിച്ചിട്ടിരിക്കുക. ഒരിക്കലും കൃപകളെ വഴിമാറ്റി ചെലവഴിക്കരുത്. അത് നിങ്ങളുടെ കുടുംബത്തിന് അസ്വസ്ഥതകൾ സൃഷ്ടിക്കും. നിങ്ങൾ ശുശ്രൂഷക്കിറങ്ങിയാൽ കുടുംബത്തിൻ്റെ ആവശ്യം അത് ഓട്ടോമാറ്റിക്കലി സോൾവ് ചെയ്യപ്പെട്ടോളും. കുടുംബത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. ഈ പ്രശ്നം മാറിയിട്ട് ഞാൻ ഇറങ്ങാം എന്നും പറയരുത്. ആ പ്രശ്നമാണ് ശുശ്രൂഷയ്ക്കുള്ള നിനക്ക് കിട്ടുന്ന മധ്യസ്ഥ പ്രാർത്ഥനയുടെ പിൻബലം. ആ പ്രശ്നമാണ് നിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥന. അതുകൊണ്ട് ആ പ്രശ്നം മാറില്ല. ആ പ്രശ്നം മാറി നീ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുകയുമില്ല. ആ പ്രശ്നമാണ് നിൻ്റെ പ്രാർത്ഥന. ആ പ്രശ്നത്തിൻ്റെ വളത്തിൽ നിന്നാണ് നീ വേര് പിടിക്കുന്നത് എന്നുള്ളത് മറക്കരുത്. അതുകൊണ്ട് ചില കുടുംബത്തിലുള്ള അസ്വസ്ഥതകൾ, പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രാർത്ഥനകളാണ് ശുശ്രൂഷകന്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളിൽ ബഹുഭൂരിപക്ഷം പേരും നല്ല ശുശ്രൂഷകരാണ്. കാരണം വചനം പറയാൻ തുടങ്ങിയപ്പോഴേ ഉറക്കം തുടങ്ങി. നല്ല ശുശ്രൂഷകരുടെ ലക്ഷണമാണ്. ശുശ്രൂഷകരാണ് ഏറ്റവും ആദ്യം ഉറങ്ങുന്നത്. നല്ല ശുശ്രൂഷകർ. അപ്പോഴാണ് എനിക്ക് നിങ്ങളെപ്പറ്റി മനസ്സിലായി. സിസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ അത്രയും വിശ്വസിച്ചിട്ടുണ്ടായില്ല. ഇപ്പോൾ കണ്ടു ബോധ്യപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം കേൾക്കുമ്പോൾ ഉറങ്ങുന്നവർ കർത്താവിൻ്റെ മടിയിലിരുന്ന് ഉറങ്ങും എന്നാണ് ശുശ്രൂഷകർ പറയുന്നത്. ഉറങ്ങാനുള്ള വഴിയാണ്. അന്ന് എങ്ങനെ പറഞ്ഞാലല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശുശ്രൂഷകർ അങ്ങനെ ഒരു വ്യാഖ്യാനം അതിന് കണ്ടുപിടിച്ചിട്ടുണ്ട്. വചനം കേൾക്കുമ്പോൾ ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് ഈശോയുടെ മടിയിലിരുന്ന് ഉറങ്ങുന്നതിന് തുല്യമാണ്. അല്ല, അത് സാത്താൻ്റെ മടിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 4-ാം വാക്യത്തിൽ സുവിശേഷകൻ പറയുന്നൊരു കാര്യമുണ്ട്. ഒരു പ്രവാചകൻ എവിടെയെല്ലാം നിന്ദിക്കപ്പെടും, അവമതിക്കപ്പെടും. ക്രിസ്തു തന്നെ പറയുന്നു. ക്രിസ്തു പറയുന്ന 3 കാര്യങ്ങളാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ക്രിസ്തു പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങളെടുത്തേ. സ്വഭവനത്തിൽ, ബന്ധുജനങ്ങളുടെ ഇടയിൽ,
പിന്നെ മറ്റൊരു തലം ഈശോ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? സ്വഭവനം, ബന്ധുജനങ്ങളുടെ ഇടയിൽ, പിന്നെ എവിടെയാ? സ്വദേശത്ത്. 3 കാര്യങ്ങളാണ്. 3 സ്ഥലത്ത് ശുശ്രൂഷകൻ, പ്രവാചകൻ അവമതിക്കപ്പെടും. സ്വഭവനം, ബന്ധുജനങ്ങളുടെ ഇടയിൽ, സ്വദേശം. പ്രിയപ്പെട്ട ദൈവജനമേ, വെളിപാടിൻ്റെ ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളാണ് എൻ്റെ ബന്ധുജനങ്ങൾ. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എടുത്ത് നോക്കിക്കോ, എൻ്റെ ബന്ധുക്കളെ എനിക്ക് ഇതിനകത്ത് കാണാം. മൺമറഞ്ഞു പോയ എൻ്റെ ബന്ധുക്കളിൽ പ്രവാചകരുണ്ട്, കർത്താവിനെ ആണിയിൽ തറച്ചവരുണ്ട്, ആണി തറച്ചവരുണ്ട്, ചമ്മട്ടി അടിച്ചവരുണ്ട്. ഉൽപ്പത്തിയിൽ എൻ്റെ ആദ്യ മാതാപിതാക്കന്മാരോട്ട് ഇങ്ങോട്ട് എടുത്താൽ എല്ലാം എൻ്റെ ബന്ധുക്കാരാണ്. ഈ ബന്ധുജനങ്ങളുടെ ഇടയിൽ ഒന്നിതാണെങ്കിൽ എൻ്റെ സ്വഭവനം എന്ന് പറയുന്നത്, പ്രിയമുള്ള ദൈവജനമേ, നമ്മളൊന്ന് ഓർത്തു നോക്കിയേ. എൻ്റെ ഭവനം പരിശുദ്ധ മറിയത്തിൻ്റെ ജപമാലയാണ്. അമ്മയാണ് എന്നെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. അമ്മ കൺസീവ് ചെയ്തതാണ് എന്നെ. അമ്മയാണ് എനിക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകിയത്. ഞാൻ ജനിച്ച് വീണപ്പോൾ വിളിച്ച പേരമ്മയെന്നാണ്. എന്തുകൊണ്ടാണ്? പരിശുദ്ധ മറിയത്തിലൂടെ പുത്രൻ കടന്നു വന്നു എന്നുള്ളത് നമ്മുടെ കത്തോലിക്ക വിശ്വാസ സത്യമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്ന സത്യമാണെങ്കിൽ, അതിലൂടെ തന്നെയാണ് സകല മനുഷ്യവംശവും ഈ ഭൂമിയിലേക്ക് കടന്നു വരുന്നതും ഈ പരിശുദ്ധ മറിയത്തിലൂടെ തന്നെയാണ്. അവിടെ ഒരു കൺസീവ് ആകുന്ന അവസ്ഥ ഒരു സ്ത്രീയിൽ മാത്രം അവകാശമല്ല പ്രിയപ്പെട്ടവരെ. അതിലൊരു ദൈവമാതൃത്വത്തിൻ്റെ ഒരു വിഹിതം ആ സ്ത്രീയിലേക്ക് ആ സമയം കടന്നു വരുന്നുണ്ടെങ്കിൽ, എൻ്റെ സ്വഭവനം എന്ന് പറയുന്നത് പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയമാണ്. പിന്നീട് ഈശോ പറയുന്നു സ്വദേശം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാന അതായത് ഞാൻ എവിടെ ചെന്ന് ചേരുന്നുമോ അതാണ് എൻ്റെ സ്വദേശം എന്ന് പറയുന്നത്. ഞാൻ ചെന്ന് ചേരേണ്ട ഇടം പരിശുദ്ധ കുർബാന, സ്വർഗം മുഴുവൻ സമ്മേളിക്കുന്ന സ്ഥലം. അപ്പോൾ സ്വഭവനവും ബന്ധുജനങ്ങളും സ്വദേശവും നിങ്ങൾ എടുത്തു നോക്കിയേ. മരിയഭക്തി, വചനഭക്തി, ദിവ്യകാരുണ്യഭക്തി, ഈ 3 ഭക്തിയിൽ ആഴപ്പെട്ട് ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് പ്രിയമുള്ള ദൈവജനമേ, ഇതിനെ സ്പിരിച്വൽ മീനിങ് കൊടുത്ത് നമ്മളിത് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നമ്മൾ അവമതിക്കപ്പെടാൻ സാത്താൻ ഇടവരുത്തും. എങ്ങനെയാണ് അവമതിക്കപ്പെടുന്നത്? നമ്മുടെ മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആക്കുന്ന ചില കഴിഞ്ഞ കാല പാപങ്ങൾ ശുശ്രൂഷകൻ്റെ ജീവിതത്തിൽ എന്നും ഇങ്ങനെ നിഴലിച്ചു നിൽക്കും. ഈ പാപത്തിൻ്റെ പിൻബലം സാത്താന് നിൻ്റെ ജീവിതത്തിലുണ്ട് എന്നുള്ളത് മറക്കരുത്. ഈ പാപത്തിൻ്റെ പിൻബലം നിൻ്റെ ജീവിതത്തിൽ സാത്താൻ ഉള്ളത് കൊണ്ട് തന്നെ ഇതിലേത് ഭക്തിയിലൂടെയാണോ നീ കർത്താവിനെ കൂടുതൽ തൃപ്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, അവിടെ നീ അവമതിക്കപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ശുശ്രൂഷകനെ സംബന്ധിച്ച് എപ്പോഴും നമ്മളിങ്ങനെ ഒരുക്കത്തോടുകൂടെ ആയിരിക്കണം. പ്രാർത്ഥിക്കാനുള്ള ഒരുക്കമല്ല, കുമ്പസാരിച്ചൊരുക്കിയിരിക്കുന്ന അവസ്ഥയല്ല. കിട്ടിയ കൃപ, അതായത് പ്രാർത്ഥനാ ചൈതന്യത്തെ കൊണ്ടു നടക്കാനായിട്ട് ഒരുക്കം വേണം പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അതിനെ മൺപാത്രത്തിലെ നിധി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് മൺപാത്രമാണ്, ആ നിധി സൂക്ഷിക്കാൻ പറ്റണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ ആരോഹണം ചെയ്തു എന്നതിൻ്റെ അർത്ഥം എന്താണ്? അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് കൂടെയല്ലേ? അത് തന്നെയാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ഏറ്റുപറയുന്നുണ്ട്. അവൻ മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി എന്നുള്ളത്. അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് പറയുന്നുണ്ട്. അവൻ മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി. വിശ്വാസ സത്യമാണ്. നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, ഭൂമി എന്ന് പറയുന്നത് മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനെ വിളിക്കുന്നുണ്ട് നീ മണ്ണാണ് എന്ന് വിളിക്കുന്നുണ്ട്. മണ്ണാണ്, മണ്ണിലേക്ക് തന്നെ നീ പിന്തിരിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബാക്കിയുള്ള സൃഷ്ടികർമ്മം നിങ്ങൾ എടുത്തു നോക്കിക്കോ. കർത്താവിൻ്റെ സൃഷ്ടികർമ്മത്തിൽ ബാക്കി ഒരിടത്തും അവൻ ഒന്നും ചെയ്തിട്ടില്ല. ഉണ്ടാവട്ടെ, 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 എല്ലാം ഉണ്ടായി. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ കർത്താവ് പണിയെടുത്തു. കർത്താവ് ഫിസിക്കലി പണിയെടുത്തു, സ്പിരിച്വലിയും പണിയെടുത്തതാണ് മനുഷ്യൻ്റെ ജന്മം. ബാക്കിയുള്ളതിലൊന്നും ഈശോ അത്രയേറെ അധ്വാനിക്കാതെ, ദൈവമായ കർത്താവ് അത്രയേറെ അധ്വാനിക്കാതെ ബാക്കിയുള്ള സകല മനുഷ്യർക്കും ജന്മം നൽകിയപ്പോൾ, സകല ചരാചരങ്ങൾക്കും കർത്താവ് സൃഷ്ടികർമ്മം പൂർത്തിയാക്കിയപ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കാൻ അവൻ മണ്ണ് യൂസ് ചെയ്തു എന്നുള്ളതാണ്. മണ്ണിൽ നിന്ന് മനുഷ്യനെ രൂപപ്പെടുത്തി, വീണ്ടും ഒരു കാലഘട്ടം കർത്താവ് വെറുതെ ഇരിക്കുന്നുണ്ട്. രൂപപ്പെടുത്തിയ മനുഷ്യൻ ഉൽപ്പത്തി 1-ാമത്തെ അധ്യായത്തിൽ മണ്ണിൽ നിന്ന് മനുഷ്യനെ രൂപപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഉൽപ്പത്തി 2-ാമത്തെ അധ്യായത്തിൽ അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് 2-8 വാക്യങ്ങളിൽ അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ജീവൻ്റെ ശ്വാസത്തെ കർത്താവ് കൊടുക്കുന്നുണ്ട്. പ്രിയമുള്ള ദൈവജനമേ, ഇതാണ് ഒരു മനുഷ്യൻ്റെ ജീവൻ കടന്നു വരുന്ന കാലഘട്ടവും രൂപപ്പെട്ട കാലഘട്ടവും തമ്മിലൊരു ഗ്യാപ്പുണ്ട് നമ്മളിൽ. ഹല്ലേലൂയ.
നമ്മൾ പറയില്ലേ, ഇത്ര വയസ്സെത്തിയപ്പോഴാണ് ഞാൻ യേശുവിനെ അറിഞ്ഞതും യേശുവിനെ മഹത്വപ്പെടുത്തിയതും, ഈ വയസ്സ് വരെ ഞാൻ കർത്താവിനെ അറിഞ്ഞിട്ടില്ല. കാര്യം എന്താ? ജീവശ്വാസം ഇതുവരെ ദൈവം എൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിച്ചിട്ടില്ല. ഞാൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഞാൻ ജീവിക്കുന്നു എന്നേ ഉള്ളൂ, ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവത്തെ അറിയുന്നത് എപ്പോഴാണ്? ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോഴും ദൈവത്തോട് കരുണ കാണിക്കുമ്പോഴുമാണ്. ഹല്ലേലൂയ. ദൈവം മനുഷ്യനോട് കരുണ കാണിക്കുന്നത് നോക്കിയാണ് മനുഷ്യൻ്റെ ഇരിപ്പ്. പക്ഷേ ദൈവം അതല്ല, മനുഷ്യൻ ദൈവത്തോട് കരുണ കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ദൈവം നമ്മളിൽ നിന്ന് ഉറ്റുനോക്കുന്നത്. എന്താ ദൈവത്തോട് കാണിക്കുന്ന കരുണ? എനിക്ക് പാപം ചെയ്യാൻ സാഹചര്യം ഉണ്ടായിരിക്കെ ഞാൻ പാപം ചെയ്യാതെ എന്നെ തന്നെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുമ്പോൾ ഞാൻ ദൈവത്തോട്, എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തോട് ഞാൻ കാണിക്കുന്ന കരുണയാണ്. ഈ കരുണ ഉള്ളവർക്കാണ് കരുണ ലഭിക്കുകയുള്ളൂ. മലയിലെ പ്രസംഗത്തിൽ ഈശോ പറഞ്ഞത് ഇത് തന്നെയാണ്, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. എന്തുകൊണ്ടെന്നാൽ അവർക്ക് കരുണ ലഭിക്കും. സകല ജനത്തോടും ദൈവമാണ് കരുണ കാണിക്കുന്നതെങ്കിൽ ഞാൻ മറ്റു മനുഷ്യനോട് കരുണ കാണിക്കുന്നതിനേക്കാളുപരി ദൈവത്തോട് കരുണ കാണിക്കണം. എൻ്റെ അയൽവാസിക്ക് കരുണയുടെ ആവശ്യമുണ്ട്. അവിടെ ദൈവം കരുണ ചൊരിയുന്നുണ്ടെങ്കിൽ എൻ്റെ കരുണ, ലാഭേച്ഛയോടുകൂടെ കരുണ അവന് ഉപകാരപ്പെടില്ല. ദൈവത്തിൻ്റെ കരുണയുടെ പ്രത്യേകത എന്താ? അത് പ്രതിഫലം ഇച്ഛിക്കാത്ത കരുണയാണ്. അതുകൊണ്ട് അവിടെ എൻ്റെ കരുണ കാണിച്ചാലും ഇല്ലെങ്കിലും കർത്താവിനോട് കരുണ കാണിക്കണമെന്നില്ല. പക്ഷേ ഈശോ മലയിലെ പ്രസംഗത്തിൽ മത്തായി 5 ഈശോ പറയുന്നില്ലേ, പ്രിയപ്പെട്ടവരെ, കരുണയുള്ളവർ ഭാഗ്യവാന്മാർ. കരുണ ഉണ്ടാവണം. കരുണ ലഭിക്കണമെങ്കിൽ ഉണ്ടാകേണ്ട കരുണ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ടെക്സ്ചർ എന്താ പ്രിയപ്പെട്ടവരെ? അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? അതാണ് ദൈവത്തോട് കാണിക്കുന്ന കരുണ. ഒരു പാപം ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങി വരുമ്പോൾ എൻ്റെ ഉള്ളിൽ വസിക്കുന്നവനെക്കുറിച്ചൊരു ചിന്ത എനിക്ക് തോന്നിയാൽ അത് ദൈവത്തോട് ഞാൻ കാണിക്കുന്ന ഒരു കരുണയാണ്. കർത്താവേ, നീ എൻ്റെ ഉള്ളിൽ വസിക്കുമ്പോൾ ഞാൻ ഈ പാപം ചെയ്യില്ല, പിന്മാറും. ഈ മനോഭാവം ശുശ്രൂഷകന് വന്നാൽ പലതും നമുക്ക് വെച്ചൊഴിയാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലതിനെയും നമുക്കൊന്ന് മാറ്റിപ്പിടിക്കാൻ പറ്റും. ഞാനില്ലെങ്കിലും എല്ലാം നടക്കും എന്ന് ചിന്തിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ശുശ്രൂഷകരുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ലെന്നാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ശുശ്രൂഷകർക്ക് ഈ ഒരു ചിന്തയുണ്ട്, ഞാൻ ചെന്നില്ലെങ്കിൽ ഒരു കാര്യവും നടക്കില്ല. വെറുതെ മണ്ടത്തരമാണ്, വെറും മണ്ടത്തരം, വെറും ഫൂളിഷ്നെസ്സാണ്. നീ ഇല്ലെങ്കിൽ നിന്നെപ്പോലെ 1000 എണ്ണത്തിന് അവിടെ കൊണ്ടുവരാൻ തമ്പുരാൻ അറിയാം. നീയല്ല ലാസ്റ്റ് വേർഡ്, നീയല്ല ശുശ്രൂഷയിൽ അവസാനത്തെ വാക്ക്. ഞാനിത് കുറേ നാൾ എൻ്റെ അഹങ്കാരമായിരുന്നു, ഞാൻ ചെന്നില്ലെങ്കിൽ നടക്കില്ല. ഒരു പ്രാവശ്യം എനിക്ക് ചെല്ലാൻ പറ്റിയില്ല, വണ്ടി ആക്സിഡൻ്റായി. പറഞ്ഞ ടോക്കിൻ്റെ ടൈമിൽ എനിക്ക് അവിടെ എത്താൻ പറ്റില്ല. ഞാൻ ആദ്യം പിടിക്കുക, ഞാൻ തിരിച്ച് അവിടെ വിളിച്ച് പറഞ്ഞു, എനിക്ക് എത്താൻ പറ്റില്ല, എങ്ങനെയാണ്? അപ്പോൾ എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ കുഴപ്പമില്ല. വേറൊരാൾ അഡ്വാൻസായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു, ശുശ്രൂഷകൻ. ബ്രദറിൻ്റെ ധ്യാനം കൂടാൻ ഒരു ശുശ്രൂഷകൻ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുഗ്രം ക്ലാസ്സാണ് ബ്രദറെ, ഹല്ലേലൂയ. അപ്പം ഞാൻ ചെല്ലുമ്പോൾ അവർക്ക് അത് കിട്ടില്ലായിരുന്നു. അന്ന് ഈശോ പറഞ്ഞൊരു മറുപടിയുണ്ട്, നീ ഇല്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നുള്ള ചിന്ത ഇതോടെ അവസാനിപ്പിച്ചോണം. നമ്മൾ ശുശ്രൂഷകരുടെ ഒരു പ്രത്യേകത ഉണ്ട്, കുറച്ച് കൃപ കിട്ടിക്കഴിഞ്ഞാൽ കർത്താവിനോട് ഈശോയെ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഇങ്ങനെ വരും നമ്മൾ. ഇതാണ് ശുശ്രൂഷകൻ്റെ മനോഭാവം. നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈശോയെ നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ പ്രാർത്ഥിച്ച് നിനക്ക് നേടിത്തരാം. ഇങ്ങനെയായി ശുശ്രൂഷയുടെ കാലഘട്ടം. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ശുശ്രൂഷകർ ആയിരിക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? വിട്ടുകൊടുക്കാൻ ഒരു മനസ്സ് കാണിക്കണം. ഇതെൻ്റേതല്ല എന്ന് പറഞ്ഞ് ഒരു സീറ്റും ഫിക്സഡായിട്ട് നിങ്ങൾക്കിരിക്കാൻ വേണ്ടിയിട്ട് ഒരുക്കിയിടരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സീറ്റ് നിങ്ങൾക്കിരിക്കാൻ ഒരു സീറ്റ് എപ്പോഴും നിങ്ങൾ കരുതരുത്. അത് ശുശ്രൂഷ വിളിയല്ല. അടുത്ത ശുശ്രൂഷ സെൻറ്ററിലേക്ക് പോകാതിരിക്കാൻ സാത്താൻ ഒരുക്കിയ കെണിയാണ്. നമ്മൾ സ്ഥാനം പിടിക്കുന്നിടത്ത് ആ സ്ഥാനത്ത് തന്നെ നമ്മൾ ഇരിക്കേണ്ടി വരും. അത് അടുത്ത ശുശ്രൂഷകൾ ഓപ്പൺ ആകാൻ തടസ്സം വരും. ഒരു സ്ഥലത്തും സ്ഥാനം പിടിക്കരുത്, ഓടാൻ റെഡിയായിട്ട് നിൽക്കണം. അടുത്ത ആൾ ഒരു സ്തുതിപ്പ് ഭാഷാവരം കിട്ടിയെന്ന് തോന്നിയാൽ നീ മാറണം. കാരണം എന്നാലേ നിനക്ക് അടുത്ത വേദി തമ്പുരാൻ ഒരുക്കുള്ളൂ. അതല്ലാത്തിടത്ത് നമ്മൾ പ്രിയപ്പെട്ടവരെ വാശി പിടിച്ച് ഞാൻ തന്നെ എല്ലാം ഓക്കെയാക്കാൻ നോക്കുന്നിടത്ത് കൃപയല്ല, കൂടിയിരിക്കുന്ന ജനത്തിന് നിന്നെ ആവശ്യമില്ല. ഹല്ലേലൂയ. കർത്താവിനാണ് നിന്നെക്കൊണ്ട് ആവശ്യം, ജനങ്ങൾക്കല്ല. ഈശോയ്ക്ക് ആവശ്യമുള്ളിടത്തേക്ക് ഈശോ നിന്നെ കൊണ്ടുപോകുന്നതിൻ്റെ പേരാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. ആമേൻ, ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയ്ക്ക് ആവശ്യമുള്ളിടത്തേക്ക് ഈശോ കൊണ്ടുപോകണം. അതിൻ്റെ പേരാണ് ശുശ്രൂഷ.
നീ ആഗ്രഹിക്കുന്നിടത്ത് ചെയ്യുന്നതിൻ്റെ പേരല്ല ശുശ്രൂഷ. അത് സ്വാർത്ഥതയാണ്, അത് അഹങ്കാരമാണ്. ഈശോ ആഗ്രഹിക്കുന്നിടത്തേക്ക് നമ്മൾ നിന്നു കൊടുക്കുന്നിടത്ത് കർത്താവ് നമ്മളെ കൊണ്ടുപോകുന്നതിൻ്റെ പേരാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ കൊണ്ടുപോകാൻ പറ്റണം. ഞാൻ ഈ ലാസ്റ്റ് ടോക്കിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒറീസയിൽ സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിന് പോയി. സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിന് അവിടെ ചെന്നു. ധ്യാനം കഴിഞ്ഞപ്പോൾ സിസ്റ്റേഴ്സ് പറഞ്ഞു, അപ്പോൾ ഞാനൊരു എക്സ്ട്രാ 3 ദിവസം അവർക്ക് കൊടുത്തിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ധ്യാനം 3 ദിവസം മതി, പക്ഷേ ബാക്കിയൊരു 3 ദിവസം കൂടി ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓക്കെ 3 ദിവസം കൂടി തരാം. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഇവിടെ വില്ലേജിലാണ്, മിനിസ്ട്രി ആണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്കൊരു ഇടവക ധ്യാനമുണ്ട്, അത് ചെയ്യണം ബ്രദറെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ലാംഗ്വേജ് വിഷയമാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, അവരുടെ ട്രൈബൽ ലാംഗ്വേജ് ആണ്, അത് സിസ്റ്റേഴ്സിന് അറിയാം, അവരത് ട്രാൻസ്ലേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ഇൻസേർട്ടൊക്കെ ചെയ്ത് ഫുൾ സ്ലീവ് ഷർട്ട് ഇട്ടിട്ട് ഷൂസെല്ലാം ഇട്ട് സിസ്റ്റേഴ്സിൻ്റെ കൂടെ അവരുടെ ഇന്നോവയിൽ അങ്ങനെ പോയി ഒരു വില്ലേജ് എത്തി. അവിടെ ചെന്ന് ധ്യാനിപ്പിക്കാൻ വേണ്ടി ഈവനിങ് റിട്രീറ്റാണ്. അങ്ങോട്ട് ചെന്നപ്പോൾ നോക്കുമ്പോൾ ഒരു പാടത്ത് ഇങ്ങനെ ചെളി കുറുകെ ഇങ്ങനെ ചെളി ഇങ്ങനെ നിൽക്കുക. ആ ചെളിയുടെ അവിടെ ഓരോ കല്ലുകളിട്ടിട്ട് ആൾക്കാർ ഈ കല്ലിൻ്റെ പുറത്ത് തവള തടിപ്പുറത്ത് കയറി ഇരിക്കുന്ന പോലെ ഇരിക്കുക ഓരോ കല്ലിൽ. ഞാൻ ചോദിച്ചു, എവിടെയാണ് മൈക്ക് സ്റ്റേജ് എന്ന് ചോദിച്ചു. മൈക്കോ സ്റ്റേജോ ഇതൊന്നുമില്ല ബ്രദർ, ഇതിൻ്റെ നടുക്ക് നിന്ന് ക്ലാസ് എടുക്കണം, ഷൂസും ഇരിക്കോ, സോക്സും മാറ്റിക്കോ, പാൻറ്റ് മുട്ട് വരെ പൊക്കി വെച്ചാൽ നല്ലതാണ്. സിസ്റ്റർ പറയാം, അതിൻ്റെ നടുക്ക് ആ ചെളിയിൽ ഇറങ്ങി നിന്ന് അവരെ ധ്യാനിപ്പിച്ച ഒരു അത് ഒന്നൊന്നുമല്ല, ഒത്തിരി തവണ പല സ്ഥലത്ത്. ഇതൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, പക്ഷേ അതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ശുശ്രൂഷ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹങ്കാരത്തിൻ്റെ മുന ഒട്ടിക്കുന്ന ശുശ്രൂഷകളെ തമ്പുരാൻ തരും. നമ്മൾ നേരെ താഴേക്കിറക്കും. നമ്മളെന്തോ ആണെന്നൊരു ചിന്തയുണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക്. 2 പ്രാർത്ഥന കാണാതെ പഠിച്ചാൽ എനിക്ക് നിങ്ങൾക്കുള്ളൊരു അഹങ്കാരത്തിൻ്റെ ചിന്തയുണ്ട്. ഞാൻ എന്തോ ഒരു വലിയൊരു സംഭവമാണ്, ഞാനേ ഉള്ളൂ എന്നൊരു ചിന്ത വരുന്നിടത്ത് സാത്താൻ നിന്നെ വട്ടമിട്ട് പറക്കുന്നുണ്ട് എന്നുള്ളത് മറക്കരുത്. നമ്മളൊന്നുമല്ല എന്ന് ചിന്തിക്കണം. ഓരോ പ്രാർത്ഥന കഴിയുമ്പോഴും തമ്പുരാനെ നന്ദി എന്ന് പറയാനായിട്ട് പറ്റണം. അഹങ്കരിക്കല്ലേ പ്രിയപ്പെട്ടവരെ. അഹങ്കാരത്തിൻ്റെ മുന്നിലുള്ള ഒത്തിരി പേരുണ്ട് ഈ കൂട്ടത്തിൽ. അഹങ്കരിക്കല്ലേ, കർത്താവ് നടുവൊടിച്ചിടും നമ്മളെ. ശുശ്രൂഷ ജീവിതത്തിൽ തമ്പുരാൻ നമ്മുടെ നടുവൊടിച്ചിടും. എങ്ങും എത്താൻ പറ്റില്ല, തമ്പുരാൻ്റെ കൃപ അവകാശപ്പെടുത്താൻ പറ്റില്ല. അഹങ്കരിക്കരുത്. അഹങ്കരിക്കുന്നിടത്ത്, അഹമുള്ളിടത്ത് കൃപ റൂഹ ഉണ്ടാവില്ല. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും എന്ന് പരിശുദ്ധ മറിയത്തോട് പറഞ്ഞപ്പോൾ അമ്മ സ്വീകരിച്ച, അമ്മ കൊടുത്ത മറുപടിയാണ് ശുശ്രൂഷകൻ ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത്. ഈ മറുപടി ഞാൻ പറഞ്ഞു തന്നിട്ട് വേണ്ട നിങ്ങൾക്കറിയാൻ. അതുകൊണ്ട് പ്രിയമുള്ള ദൈവജനമേ, അതാണ് വിളി എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥമായിട്ടുള്ള ദൈവവിളി എന്ന് പറയുന്നത്. ദൈവം വിളിക്കുന്നിടത്ത് ചെയ്യുന്ന ശുശ്രൂഷയാണ് ദൈവവിളി. ദൈവമേ ഇവിടെ ചെയ്യണമെന്ന് പറയുന്നതല്ല ദൈവവിളി. ദൈവം വിളിക്കുന്നിടത്ത് ഞാൻ പോയി ചെയ്യുന്നതിൻ്റെ പേരാണ് ദൈവവിളിയിലുള്ള ശുശ്രൂഷകൾ. ഞാൻ പ്ലാൻ ചെയ്ത് ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ശുശ്രൂഷകൾ ദൈവത്തെ കൊണ്ട് നടത്തിക്കുന്നത് ശുശ്രൂഷ വിളിയല്ല. അതെൻ്റെ സ്വാർത്ഥതയും എൻ്റെ ആഗ്രഹങ്ങളാണ്. അതൊരിക്കലും ശുശ്രൂഷകളാകണമെന്നില്ല. ആമേൻ. വലതുകരം ഉയർത്തി എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ. ലൗദ ഷിബി ബിബി റുക്ക. യേശുവേ ആരാധന. സ്തുതിക്കുന്നു. കെട്ടുകൾ അഴിയട്ടെ. ശുശ്രൂഷ ജീവിതത്തിലേക്ക് ആത്മീയ വരങ്ങൾ ഉജ്ജ്വലിക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്ന സകല തിന്മയുടെ സ്വാധീനങ്ങളെ സുനാമത്തിൽ ബന്ധിക്കുന്നു. വിട്ടുമാറിപ്പോട്ടെ. അല്ല ലിയബാ ഷിഖ യുറുറുബാ ഷിമിലുബാ. ശുവേ ആരാധന. ഹല്ലേലൂയ. ദുആ ഷിമി റുബാ ഷിഖ. ആമേൻ. ഹല്ലേലൂയ. 3 പേരുടെ നാവിൻ്റെ കെട്ടുകൾ കർത്താവ് അഴിച്ചു മാറ്റുന്നുണ്ട്. ഒന്നുകൂടെ സ്തുതിക്കട്ടെ. അഭിഷേകത്തോടെ സ്വരത്തിൽ, സ്വരം പോരാ. സ്വരത്തിൽ സ്തുതിച്ചേ. സ്തുതിക്കട്ടെ. കെട്ടഴിയട്ടെ. സകല കെട്ടുകൾ ചങ്ങലകൾ അഴിയട്ടെ യേശുനാമത്തിൽ. ആമേൻ. ശുവേ. ആരാധന. സ്തുതിക്കുന്നു. അഭിഷേകത്തോടെ സ്തുതിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഓ പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു. ആമേൻ. വചനത്തിലൂടെ, അതായത് ദൈവ വചനത്തിലൂടെ പ്രവചനങ്ങൾ കർത്താവ് തരുന്നുണ്ട് 7 പേർക്ക്.
അതായത് നമ്മൾ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വചനം വായിക്കുമ്പോൾ ആ വചനത്തിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രവചനങ്ങൾ തരുന്ന കൃപ 7 പേരിൽ ക്രെഡിറ്റ് ആകുന്നുണ്ട്. ആഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണേ. വചനം കേൾക്കുമ്പോൾ അലസതയോടുകൂടി ഇരിക്കല്ലേ, ഉറങ്ങല്ലേ. കർത്താവ് നിങ്ങളുടെ കുടുംബത്തിൽ ഉറങ്ങിക്കിടക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു വ്യക്തി ജീവിതത്തിൽ സാധാരണ നമ്മളെ ഭരിക്കുന്ന 2 രീതിയിലാണ്. ഒന്ന് ഭക്ഷണം, ഒന്ന് ഉറക്കം. ഇതിൽ 2ിലൂടെയാണ് ആത്മീയ ജീവിതം കെട്ടപ്പെട്ടു പോകുന്നത്. ആത്മീയ ജീവിതം കെട്ടപ്പെടുന്നുണ്ടോ? ഈ 2 സോഴ്സ് അതിന് പുറകിലുണ്ട്. ഒന്ന് ഭക്ഷണം, മറ്റൊന്ന് ഉറക്കം. ഇതിനോട് 2നോട് നോ പറയാതെ കൃപ വർദ്ധിക്കില്ല പ്രിയപ്പെട്ടവരെ. ഒരിക്കലും അൽമായരിൽ കൃപ വർദ്ധിക്കില്ല. സിസ്റ്റേഴ്സിലും പുരോഹിതരിലും കൃപ വർദ്ധിക്കും. കാരണം അവർ ഓൾറെഡി ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ജന്മങ്ങളാണ്. അവർക്ക് ഉപവസിച്ചില്ലെങ്കിലും അവർ പ്രാർത്ഥനയിലില്ലെങ്കിലും അവരുടെ അനുദിന പ്രാർത്ഥന തന്നെ അവരിൽ കൃപയുടെ വലിയൊരു സ്രോതസ് അവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അൽമായരെ സംബന്ധിച്ച് ഇത് 2 ഉപേക്ഷിക്കാതെ ഒരിക്കലും കൃപ, പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് പോവില്ല. ഇത് 2ഉം വേണ്ട എന്ന് വയ്ക്കേണ്ടി വരും. നിത്യകാലത്തേക്കല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഇഷ്ടങ്ങളോട് നോ പറയേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇഷ്ടങ്ങളോട് നോ പറയുന്നവന് ദൈവം ഇഷ്ടപ്പെടും. അതാണ് കൃപ. നമ്മുടെ ഭക്ഷണത്തോട് നോ പറയണം, നമ്മുടെ ഉറക്കത്തോടും നോ പറയണം. 3 മണിക്കൂർ മാക്സിമം ഉറങ്ങിയാൽ മതി. അതിൽ കൂടുതൽ ഉറങ്ങരുത് ശുശ്രൂഷകൻ. ഒരു ദിവസം 3 മണിക്കൂറിൽ കൂടുതൽ ശുശ്രൂഷകൻ ഉറങ്ങരുത്. കൃപ കിട്ടില്ല. 3 മണിക്കൂർ, അത് മിഡ് നൈറ്റ് ഒക്കെ ഉണർന്നിരിക്കണം. രാത്രി 10 മണിക്ക് തന്നെ നിങ്ങൾ കിടക്കുക. കാരണം 1 മണിക്ക് എഴുന്നേൽക്കാനുള്ളതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 മണിക്ക് എഴുന്നേൽക്കണം. അല്ലെങ്കിൽ ഉപവസിക്കുന്ന സമയത്ത് നിങ്ങൾ ഉറക്കം നിൽക്കരുത്. ഉപവസിക്കാത്ത സമയത്ത് ഉറക്കം നിന്ന് പ്രാർത്ഥിക്കണം. എന്നാലേ കൃപ കിട്ടും. അതല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥനക്കാരൻ എന്നുള്ള ലേബലിൽ അറിയപ്പെടേണ്ടി വരും ജീവിതകാലം മുഴുവനും. പുള്ളി നല്ല പ്രാർത്ഥനക്കാരനാണ്, കേട്ടിട്ടില്ലേ? കരിസ്മാറ്റിക്കാരൻ. അതൊരു തളച്ചിടുക, നമ്മളെ അങ്ങനെ തളച്ചിടുകയാണ്. കൃപയെ തളയ്ക്കുന്ന വിളിയാണ് പ്രാർത്ഥനക്കാരനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ അറിയപ്പെടരുത് ഒരിക്കലും. പ്രാർത്ഥനക്കാരൻ എന്നറിയപ്പെടരുത്, അത് വേറെയാണ്. വീണ്ടും അതിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. ഇറങ്ങിയവൻ തന്നെയാണ് എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ വേണ്ടി എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തവനും. എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തു എന്ന് പറയുന്നത്, നമ്മൾ കാണുന്ന സ്വർഗത്തിൻ്റെ തലമുണ്ട്. നമ്മൾ പറയുന്ന സഭ നമുക്ക് പഠിപ്പിക്കുന്ന അന്ത്യങ്ങൾ 4 അന്ത്യങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, ശുശ്രൂഷകരായതുകൊണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എല്ലാം തികഞ്ഞവരായതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നില്ല. എങ്കിലും 4 അന്ത്യങ്ങൾ സഭ നമുക്ക് പഠിപ്പിക്കുന്ന 4 അന്ത്യങ്ങൾ എന്തൊക്കെയാണ്? മരണം, സ്വർഗം, നരകം, ശുദ്ധീകരണ സ്ഥലം. 4 അന്ത്യങ്ങൾ സഭ നമുക്ക് പഠിപ്പിച്ച 4 അന്ത്യങ്ങൾ. ഈ 4 അന്ത്യങ്ങളിൽ ഒരു അന്ത്യം സ്വർഗം എന്ന് മാത്രം അറിയും. പ്രതീക്ഷിച്ചിരിക്കുന്നതും അത് തന്നെയാണ്, കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതും അത് തന്നെയാണ്. പക്ഷേ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ 4ാമത്തെ അല്ലെങ്കിൽ സ്വർഗം എന്ന് പറയുന്ന ഒരു അന്ത്യത്തെക്കുറിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതും. നമ്മൾ എന്നിട്ട് പറയും നിത്യജീവൻ അവകാശപ്പെട്ട് ജീവിക്കണം. ശുശ്രൂഷകൻ പറയുന്നൊരു ഏച്ചുകെട്ടാണ്, നിത്യജീവൻ കിട്ടണം. അതല്ല, ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കാൻ കഴിയില്ല, അത്രയേ ഉള്ളൂ. അതാണ് പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം. അതാണ്, എനിക്ക് പീഡ സഹിക്കാൻ കഴിയില്ല, എനിക്ക് ഡയറക്റ്റ് സ്വർഗം കിട്ടണം. ശുദ്ധീകരണ സ്ഥലത്ത് പോകാൻ പറ്റില്ല. പീഡ കേട്ടതും വായിച്ചതും അറിഞ്ഞതും പ്രസംഗിക്കപ്പെട്ടതെല്ലാം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ആകുലതകളും വ്യാകുലവും ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ശുദ്ധീകരണ സ്ഥലം നോ, പറ്റില്ല കർത്താവേ, സ്വർഗം ഡയറക്റ്റ് കിട്ടണം. എന്തവകാശമുണ്ട് പ്രിയപ്പെട്ടവരെ ചോദിക്കാനായിട്ട്? തലമുറകളിൽ നിന്ന് കിട്ടിയ വിഹിതത്തെ ഇതുവരെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. തലമുറകളിൽ നിന്ന് കിട്ടിയ നന്മകൾ അനുഭവിക്കുകയും തിന്മകൾ കൊണ്ടുകിടക്കുകയും ചെയ്യുന്നുണ്ട്. തലമുറകളിൽ നിന്ന് കിട്ടിയ ശാപങ്ങൾ കൂടെ പേറുന്നുണ്ട്. തലമുറകളിൽ നിന്ന് കിട്ടിയ സ്വത്തുക്കൾ വെച്ചനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ സ്വർഗത്തിലേക്ക് കയറ്റിവിടേണ്ട ഉത്തരവാദിത്വവും ഈ തലമുറയ്ക്കുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നിടത്ത് ശുശ്രൂഷ വിളികൾ ഓപ്പൺ ആവില്ല. ഹല്ലേലൂയ. ശുശ്രൂഷ വരങ്ങൾ ഓപ്പൺ ആവില്ല. വടാലച്ചൻ്റെ കൺവെൻഷൻ ഇപ്പോൾ ഇവിടെ വരാനിരിക്കുമ്പോൾ ഈ കൺവെൻഷൻ്റെ ഒരുക്ക ശുശ്രൂഷ എന്നോണോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരുക്ക ശുശ്രൂഷ എന്ന് പറയുന്നത് എന്താ പ്രിയപ്പെട്ടവരെ? ആ കൺവെൻഷൻ ഒരുക്കം പോരാത്തതുകൊണ്ടാണോ? അല്ല. ആ കൺവെൻഷനിലേക്ക് അച്ഛനെ ഒരുക്കുകയാണോ? അല്ല. കൺവെൻഷനിലേക്ക് നിങ്ങളെ ഒരുക്കുക. ഇവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് തീ പിടിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നിന്ന് തീ പിടിക്കണം. ഞാൻ ഈ വൈദികരെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിച്ചപ്പോൾ പറഞ്ഞാൽ 1000 ബലി അർപ്പിച്ച് കഴിഞ്ഞ പുരോഹിതന് എന്തും ചോദിക്കാം. അവരെ സമാപനം ലാസ്റ്റ് അഡോറേഷൻ എന്നുള്ളത് വെച്ചിട്ട് ഞാൻ അഡോറേഷൻ ലീഡ് ചെയ്യാം. അഡോറേഷൻ ലീഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പരിശുദ്ധാത്മാവ് തന്ന സന്ദേശമാണ്, ഒരു പുരോഹിതൻ 1000 ബലി അർപ്പിച്ച് കഴിഞ്ഞ പുരോഹിതനെ സംബന്ധിച്ച് ഈശോ പറയാണ് എന്ത് കൃപയും ചോദിക്കാമെന്ന്.
എന്ത് കൃപയും ചോദിക്കാം. ആ വ്യക്തിക്ക്, ആ പുരോഹിതനെ സംബന്ധിച്ച് എന്ത് കൃപയും ചോദിക്കാം. ഇത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച്. നമ്മളിപ്പോൾ മട്ടായിലച്ഛൻ്റെ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ ഈ പുരോഹിതനെ സംബന്ധിച്ച് നമ്മൾ എടുത്തു നോക്കിയേ, ഒരു ശുശ്രൂഷകൻ എന്നേ നമ്മൾ നോക്കുന്ന എപ്പോഴാണ്? ഈ ശുശ്രൂഷകനെ സംബന്ധിച്ച് വിളിക്കുള്ളിലെ വിളി തിരിച്ചറിഞ്ഞവനാണ് വട്ടായിലച്ഛൻ. വിളി എന്ന് പറയുന്ന പൗരോഹിത്യമാണെങ്കിൽ അതിനുള്ള ഒരു വിളിയുണ്ട്. അതാണ് ഇപ്പോൾ അദ്ദേഹം കൊണ്ടു നടക്കുന്ന, ലോകം മുഴുവൻ ഈശോ അദ്ദേഹത്തെ കൊണ്ടു നടക്കുന്ന ദൈവരാജ്യ വേല എന്ന് പറയുന്ന വിളിക്കുള്ളിലെ വിളി. അപ്പോൾ 1000 ബലിയും ഒപ്പം ഈ വിളിയുടെ നാവിൽ വചനം മാത്രം നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന അഭിഷേകവും നിലനിൽക്കുമ്പോൾ, ആ ശുശ്രൂഷയിൽ നിങ്ങൾ ഭാഗഭാക്കാകുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങൾ വെറുതെ ചെന്ന് നിന്നാ പോരാ. അവിടെ ചെന്ന് നിൽക്കുമ്പോൾ കൃപ തന്നെ ചോദിച്ച് പ്രാർത്ഥിക്കണം, അഭിഷേകത്തെ സ്വീകരിക്കണം, അച്ഛനിൽ ദൈവം കൊടുത്ത പരിശുദ്ധാത്മാവിൻ്റെ കൃപയെ അവകാശപ്പെട്ട് ചോദിക്കണം. കാരണം അച്ഛൻ്റെ നാവിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ അതിൽ നിന്ന് മാക്സിമം നിങ്ങൾ ചൂഷണം ചെയ്യണം. എന്തിനെ? കൃപകളെ നിങ്ങൾ സ്വായത്തമാക്കാൻ, സ്വന്തമാക്കാൻ സ്വാർത്ഥത കാണിക്കണം അവിടെ. ഹല്ലേലൂയ. മത്സരിച്ച് നേടുക എന്ന് പറയുന്നത് കൃപയിലാണ്. മത്സരിച്ച് നേടണം. അവൻ ഒരു ദിവസമാണ് ഉപവസിച്ചെങ്കിൽ ഞാൻ 2 ദിവസം പട്ടിണി കിടക്കണം. കാരണം എന്താ? എനിക്ക് എൻ്റെ ഈശോയെ ഇരട്ടി കിട്ടണം. എലീഷ ചോദിച്ചില്ലേ, ഇരട്ടി വേണം. ഏലിയായുടെ അഭിഷേകം കണ്ട് എലീഷയുടെ കണ്ണ് ഇടിവെട്ട് കൊണ്ടുപോലെ നിൽക്കുക. എന്തുകൊണ്ടാണ്? അത്രത്തോളം അഭിഷേകമുള്ള ഈ പറയുന്നത് സംഭവിക്കുന്ന അഭിഷേകം നടക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി കിട്ടണമെന്ന് പറഞ്ഞാലേ അതിൻ്റെ 10-1 കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കിട്ടുന്ന അഭിഷേകത്തിൽ നിന്നുകൊണ്ട് അവിടെ നിങ്ങൾ തീ പിടിക്കണം പ്രിയപ്പെട്ടവരെ. ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന നല്ല കൃപ, ഒരായുസിൻ്റെ ഡെഡിക്കേഷൻ അതിന് പുറകിലുണ്ട്. എഴുതി വെച്ചിട്ടാണ് ഞാൻ ഈ മിനിസ്ട്രിക്ക് ഇറങ്ങുന്നത്. എഴുതി വെച്ചിരിക്കുക, കർത്താവേ എവിടെ വെച്ച് വേണമെങ്കിലും നീ തീർത്തോ, എവിടെ വേണമെങ്കിലും തീർക്കാൻ തയ്യാറായിട്ട് തന്നെയാണ് ഈ മിനിസ്ട്രിക്ക് ഇറങ്ങുന്നത്. പല സ്ഥലത്ത് ചെല്ലുമ്പോഴും പ്രിയപ്പെട്ടവരെ, ഈ മുൾമുനയിലൂടെ കടന്നു പോകുന്ന ശുശ്രൂഷ മേഖലകളുണ്ട്. പ്രത്യേകിച്ച് വിജാതീയ സ്ഥലങ്ങളിൽ ചെന്ന് കർത്താവിൻ്റെ വചനം ഓപ്പൺ സ്റ്റേജിൽ പ്രഘോഷിക്കുമ്പോൾ പുരോഹിതർ വന്നിട്ട് പറയും, സേഫ് അല്ല, എന്നോടൊന്നും തോന്നരുത്. അപ്പോഴും സേഫ് ആക്കുന്ന ദൈവത്തിനെ ബലത്തിൽ പിടിച്ചിട്ട് വചനം പ്രഘോഷിക്കുക. മുന്നിലിരിക്കുന്നവൻ്റെ കയ്യിൽ എന്തെല്ലാം ഉണ്ടെന്ന് ഒരു ഐഡിയയും ഇല്ലെങ്കിലും കർത്താവിൻ്റെ വചനം വിളമ്പുന്നതിൽ മടി കാണിക്കാതെ കർത്താവ് ഇറങ്ങിക്കോളാം എന്നൊരു എഗ്രിമെൻ്റ് കർത്താവുമായിട്ടുണ്ട്. ഇത്തരത്തിൽ നിങ്ങൾ ശുശ്രൂഷകർ കർത്താവുമായിട്ട് ഏതെങ്കിലും ഒരു എഗ്രിമെൻറ്റിലേക്ക് ഏർപ്പെടണം പ്രിയപ്പെട്ടവരെ. ദൈവം ഉടമ്പടി എടുത്തിട്ടുണ്ട് നമ്മളോട്, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം. കിട്ടിയ കൃപകൾ അഭിഷേകമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അനേകർക്ക് എൻ്റെ നാവ് കൊണ്ട് ഉപകാരം ഉണ്ടാകണം. ഞാൻ നോക്കുമ്പോൾ സാത്താൻ്റെ ശക്തികൾ ചിതറി ഓടണം. ഞാൻ കരങ്ങൾ ഉയർത്തുമ്പോൾ ഒരു വ്യക്തിയിലുള്ള തിന്മ പുറത്താക്കപ്പെടണം. ഞാൻ കൈകൾ വെച്ചാൽ രോഗങ്ങൾ സൗഖ്യമാക്കപ്പെടണം. ഞാൻ കണ്ണടച്ചാൽ എനിക്ക് പ്രവചനങ്ങൾ കിട്ടണം. ഞാൻ അധരം തുറന്നാൽ ദൈവസ്തുതിപ്പുകൾ എൻ്റെ അധരത്തിൽ കടന്നു വരണം. ശുശ്രൂഷകൻ എന്ന് പറയുന്നത് ഒരു വേദിയിൽ നിന്ന് പ്രസംഗിക്കുന്നത് മാത്രമല്ല, 5 അഭിഷേകത്തെ സ്വീകരിക്കുന്നവനാണ് ശുശ്രൂഷകൻ. അവൻ്റെ 5 ഇന്ദ്രിയങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ ശക്തി പുറപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ ശുശ്രൂഷകനല്ല, അവൻ പ്രാർത്ഥനക്കാരനാണ്. അതാർക്കും സാധിക്കും, ഏതു ബംഗാളിക്കും പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ലഭിച്ചവനെ ലോകം തിരിച്ചറിയും. കൃപ ലഭിച്ചവൻ്റെ പുറകെ ലോകമുണ്ട് പ്രിയപ്പെട്ടവരെ. കൃപ ലഭിച്ചവനെ തിരിച്ചറിയാൻ അവന് പുറകെ തടിച്ചുകൂടുന്ന ജനക്കൂട്ടത്തെ നിങ്ങൾ നോക്കിയാൽ മതി. കൃപ ലഭിക്കണം, പ്രാർത്ഥന കിട്ടിയിട്ട് കാര്യമില്ല, കൃപ ലഭിക്കണം. പ്രാർത്ഥിക്കുന്നവർ ലോകത്തെമ്പാടുമുണ്ട് പ്രിയപ്പെട്ടവരെ. സകല ക്രിസ്ത്യാനികളും ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ശുശ്രൂഷകൻ്റെ പ്രാർത്ഥനയ്ക്കും അവൻ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അതിന് ആ ഒരു ഗാംഭീര്യത്തിന് വ്യത്യാസമുണ്ട്. സാധാരണ ഒരു വ്യക്തി വിളിക്കുന്ന വിളിയല്ല ശുശ്രൂഷകൻ വിളിക്കുമ്പോൾ സ്വർഗത്തിൽ അത് ഇടിമുഴക്കം പോലെ സ്വർഗത്തിൽ അത് മുഴങ്ങുന്നുണ്ട്. അതാണ് ശുശ്രൂഷ വിളി. വചനം ഉരുവിട്ടവൻ്റെ നാവിൻ്റെ ബലം എന്ന് പറയുന്നത്. അവൻ യേശുവേ എന്ന് നെഞ്ചുപൊട്ടി വിളിച്ചാൽ കർത്താവിന് അവിടെ ഇറങ്ങി വരാതിരിക്കാൻ പറ്റില്ല. അതാണ് വചനം പ്രഘോഷിക്കുന്ന നാവ് നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകണമെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം അതാണ്. കർത്താവിന് വേണ്ടി വചനം പ്രസംഗിക്കുന്ന ഒരു നാവ് നിൻ്റെ കുടുംബത്തിലുണ്ടെങ്കിൽ നിൻ്റെ കുടുംബത്തിന് ഏത് തകർച്ച, ഏത് മാരക രോഗം, ഏത് പൈശാചിക പീഡ വന്നാലും വചനം കൊടുക്കുന്നവൻ്റെ നാവിലൂടെ യേശുവേ എന്ന് നിലവിളിച്ചുകൊണ്ട് ഒരൊറ്റ വിളി വിളിച്ചാൽ അവിടെ സ്വർഗം ഇറങ്ങി വരും. ആ കുടുംബത്തിൻ്റെ കെട്ടുകൾ പൊട്ടിക്കാൻ സ്വർഗത്തിന് ഒത്തിരി സമയമൊന്നും വേണ്ട. കാരണം വചനം പ്രസംഗിക്കുന്നവൻ്റെ അധരത്തിലുള്ള യേശുനാമം ഉരുവിടുന്ന അവസ്ഥ എന്ന് പറയുന്നത് സാത്താൻ ഭയന്ന് നിലവിളിച്ചോടുന്നതാണ്. അഭിഷേകത്തോടെ പറയട്ടെ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമ്മളിൽ നിന്ന് കർത്താവിൻ്റെ ശക്തി പുറപ്പെടണം. നമ്മളിലേക്ക് കർത്താവിൻ്റെ ശക്തി പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഓരോ കൂദാശകളിലൂടെ നമ്മളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി പുറപ്പെട്ടിട്ടുണ്ട്. നിക്ഷേപിക്കപ്പെട്ട ശക്തിയെ തീ പിടിപ്പിക്കുന്നതാണ് ഉപവാസം. നിക്ഷേപിക്കപ്പെട്ട അഭിഷേകത്തെ ഉജ്ജ്വലിപ്പിക്കുന്നതാണ് ജാഗരണ പ്രാർത്ഥനകൾ, സ്തുതിപ്പിൻ്റെ പ്രാർത്ഥനകൾ, വചനം ഉരുവിട്ട് ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ. ഇതിലെല്ലാം നിക്ഷേപിക്കപ്പെട്ട ശക്തി നമ്മളിൽ ഇങ്ങനെ തിളച്ചു മറിയുന്നുണ്ട്. ഈ ശക്തി നമ്മളിൽ നിന്ന് അനേകരിലേക്ക് പുറപ്പെടുന്നതിൻ്റെ പേരാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. ഈ ശക്തി പുറപ്പെടണം. ഞാൻ പറഞ്ഞില്ലേ, കരങ്ങൾ ഉയർത്തുമ്പോൾ ഇത് വെറും ഒരു മാനുഷികമായിട്ടുള്ള കരമായിട്ട് മാറ്റപ്പെടരുത്. ഇതിൽ നിന്ന് കർത്താവിൻ്റെ ശക്തി പുറപ്പെടണമെങ്കിൽ യേശുവിൻ്റെ ആണിപ്പഴുതാർന്ന കരമായിട്ട് നമ്മുടെ കരങ്ങൾ മാറ്റപ്പെടണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ ശക്തി നമ്മളിന്ന് പുറപ്പെടണം പ്രിയപ്പെട്ടവർ. കർത്താവിൻ്റെ അഭിഷേകം നമ്മളിന്ന് പുറപ്പെടണം. ലോകമെമ്പാടും ഈശോ നമ്മളെ കൊണ്ടുപോകണം. ഈ ഒരു ദേശത്ത് മാത്രമല്ല, ലോകത്തിൻ്റെ നാനാ അതിർത്തികളിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുപോകും. വിളി ലഭിച്ചിട്ടുണ്ടെങ്കിൽ, വിളി കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങളെന്നും പ്രാർത്ഥനക്കാരായിട്ട് തന്നെ നിലകൊള്ളും. ആരെയും നിങ്ങൾ നോക്കരുത്, മുന്നും പിന്നും നോക്കരുത്. യേശുവിലേക്ക് മാത്രമേ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. അവനിൽ നിന്ന് പുറപ്പെട്ട ശക്തി എന്നിൽ നിന്ന് പുറപ്പെടണം. അതായിരിക്കണം നിങ്ങളുടെ അവകാശമായിട്ട് നിങ്ങൾ ചോദിക്കേണ്ടത്. സ്വർഗത്തിൽ നിന്ന് അവകാശം ചോദിക്കണം പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ നിന്ന് അവകാശം ചോദിക്കണം. ധൂർത്തുപുത്രൻ ചോദിച്ചില്ലേ, അവകാശം വേണമെന്ന് പറഞ്ഞു. ധൂർത്തുപുത്രൻ അപ്പനോട് പറഞ്ഞു അവകാശം വേണം. യഹൂദരെ സംബന്ധിച്ച് അവകാശം കൊടുക്കുന്നത് മാതാപിതാക്കളുടെ മരണശേഷമാണ് മക്കൾക്ക് അവകാശം. അപ്പോൾ അപ്പൻ ജീവിച്ചിരിക്കെ മകൻ അപ്പനോട് അവകാശം ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഈ അപ്പൻ എനിക്ക് മരിച്ചതിന് തുല്യമാണ് എന്ന് പറയുന്നതിന് ഈക്വലാണത്. അങ്ങനെ അപ്പനോട് അവകാശം ചോദിച്ചു. അപ്പനോട് അവകാശം ചോദിച്ചു. ഈ അവകാശത്തെ കർത്താവായ ദൈവം കൺവേർട്ട് ചെയ്ത് കൃപയാക്കി മാറ്റി, മാനസാന്തരമാക്കി മാറ്റി. ധൂർത്തുപുത്രനിലൂടെ ദൈവം പഠിപ്പിച്ച പ്രാർത്ഥന ഇതാണ് ശുശ്രൂഷകൻ ചെയ്യേണ്ട പ്രാർത്ഥന. ആ പ്രാർത്ഥനയാണ് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന. കർത്താവേ, നിനക്കെതിരെയും സ്വർഗത്തിനെതിരെയും ഞാൻ പാപം ചെയ്തു. ഇനി നിൻ്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. നിൻ്റെ ദാസരിൽ ഒരുവനായിട്ട് എന്നെ നീ സ്വീകരിക്കണം. ഇത് ധൂർത്തുപുത്രൻ പ്ലാൻ ചെയ്തു വെച്ചു. ഇങ്ങനെ ചെന്ന് പറയണം, പ്ലാൻ ചെയ്തു വെച്ചിരിക്കുക പ്രാർത്ഥന. പക്ഷേ അപ്പൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ അപ്പനിത് മുഴുവിപ്പിക്കാൻ സമ്മതിച്ചില്ല. നിൻ്റെ ഒരു ദാസനായിട്ട് എന്നെ നീ സ്വീകരിക്കണമെന്നുള്ളത് അപ്പൻ്റെ അടുത്ത് എന്ന് ധൂർത്തുപുത്രൻ പറയുന്നില്ല. അതിനു മുമ്പ് അപ്പൻ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു എന്നാണ് വചനം എഴുതി വെച്ചിരിക്കുന്നത്. കാരണം അപ്പനൊരിക്കലും മകനെ ദാസനായിട്ട് സ്വീകരിക്കാൻ പറ്റില്ല. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 3 ഉപമകളാണ്. അതിൽ അവസാനത്തെ ഉപമയാണ് ധൂർത്തുപുത്രൻ്റെത്. എടുത്തു വായിച്ചോ. ധൂർത്തുപുത്രൻ പ്ലാൻ ചെയ്ത പ്രാർത്ഥന അപ്പൻ്റെ അടുത്ത് ചെന്നപ്പോൾ മുഴുമിപ്പിക്കാൻ അപ്പൻ സമ്മതിച്ചില്ല. അതാണ് കൃപ ലഭിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കണം പ്രിയപ്പെട്ടവരെ. എന്നും ആവശ്യങ്ങൾ ചോദിക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ലിസ്റ്റിൽ നിങ്ങൾ പെടരുത്. നിയോഗങ്ങൾ മാത്രം ചോദിക്കുന്ന കാറ്റഗറിയിലേക്ക് നിങ്ങൾ ചെന്ന് വീഴല്ലേ. അതൊരിക്കലും ദൈവീകമല്ല, അതൊരിക്കലും അഭിഷേകമല്ല. ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ശക്തി എന്നിൽ നിന്ന് പുറപ്പെടണം. അതേ ശക്തിയല്ലേ സകല വിശുദ്ധരിൽ നിന്ന് പുറപ്പെട്ടത്? അതേ ശക്തിയല്ലേ പ്രവാചക പുസ്തകങ്ങൾ നിങ്ങളെടുത്തേ, ആ പ്രവാചകന്മാരിൽ നിന്ന് പുറപ്പെട്ടതും അതേ ശക്തിയല്ലേ? എന്തുകൊണ്ട് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഈ ശക്തി പുറപ്പെട്ടുകൂടാ? അപ്പോൾ വില കൊടുക്കാത്തത് കൊണ്ട് വില കൊടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിന് വില കൊടുക്കേണ്ടത് എങ്ങനെയാണ്? നീ എനിക്ക് മതിയായവനാണ് എന്ന് പറയുന്ന വിലയല്ല, എൻ്റെ ജീവിതത്തിൻ്റെ വില കൊടുക്കണം. ഭക്ഷണത്തെ മാറ്റണം ശുശ്രൂഷകൻ. ഉപവസിക്കണം. വീണ്ടും പറയുന്നു, ഉപവസിക്കണം, ഉപവസിക്കണം. ഭക്ഷണം വലിയ കെണിയ, ഏറ്റവും വലിയ അരൂപിയാണ് നിൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുന്ന ഭക്ഷണം. അതിനെ നീ ഇപ്പോൾ എടുക്കുന്നതിൻ്റെ 1/3 ചുരുക്കാതെ കൃപ കിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിപ്പോൾ 1.5 വർഷത്തേക്ക് ഉപവാസത്തിലാണ്. 1.5 വർഷത്തേക്ക് രാത്രി മാത്രമേ ഉള്ളൂ. ജാനുവരി 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്തു. പ്രിയപ്പെട്ടവർ, ആ രാത്രിയുള്ളതും ഞാൻ ഒരു 6 മാസം എത്തിക്കഴിയുമ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്യും. കംപ്ലീറ്റ് ഫുൾ ഫാസ്റ്റിങ്ങിലേക്ക് കയറും. പക്ഷേ ഫസ്റ്റ് തന്നെ അങ്ങോട്ട് കയറാൻ പറ്റില്ല, ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1 വർഷത്തെ ഫാസ്റ്റിംഗ് എടുത്തതാണ്. പരിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ച് അപ്പോഴാണ് ചോദിച്ച കൃപകളെല്ലാം ക്രെഡിറ്റ് ആയത്. വീണ്ടും 1.5 വർഷത്തേക്ക് എടുക്കാൻ പരിശുദ്ധാത്മാ സന്ദേശം തന്നിട്ടാണ് പട്ടിണി കിടക്കുന്നത്. ഇപ്പം മുഴുപട്ടിണിയില്ല, മുടിഞ്ഞ വിശപ്പ പ്രിയപ്പെട്ടവരെ, മുടിഞ്ഞ വിശപ്പ. ഒന്നാമത്തെ ഭക്ഷണത്തോട് ഭയങ്കര ആർത്തിയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അവിടെ ആർത്തി ഇപ്പോഴും ഉണ്ട്.
ഉള്ളത് പറയാമല്ലോ. അതുകൊണ്ട് ഞാൻ അതിനെയാണ് കൃപയാക്കാൻ നോക്കുന്നത്. നിങ്ങൾക്ക് എന്തിനോടാണോ ആർത്തി അതിനെ കൃപയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഹല്ലേലൂയ. ജഡത്തോട് താല്പര്യമുണ്ടോ അതിനെ കൺവേർട്ട് ചെയ്താൽ കൃപയാകും. അമിതമായിട്ടുള്ള ഉറക്കം നിങ്ങളിലുണ്ടോ അത് ബ്രേക്ക് ചെയ്താൽ കൃപയാകും. ലോകാരൂപി സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വേണ്ടാന്ന് വെച്ചാൽ അതെല്ലാം കൃപയാകും. ലോകം തരുന്നത് എന്തെല്ലാം നിങ്ങൾ വേണ്ടെന്ന് വെച്ചാലും വെറുതെ വേണ്ടെന്ന് വെക്കരുത്, പകരം ചോദിക്കണം ഈശോയോട്. കർത്താവേ, ലോകം തന്ന ഈ വിഹിതത്തെ ഞാൻ വേണ്ടാന്ന് വെക്കുകയാണ്, പകരം എനിക്ക് ഈ കൃപ നീ തരണം. അല്ലാതെ വെറുതെ പട്ടിണി കിടക്കരുത്, അൾസർ വരും. അതുകൊണ്ട് നിങ്ങൾ കൃപ ചോദിക്കാതെ ഒരു സഹനവും ഏറ്റെടുക്കരുത്. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശുദ്ധിയോടെ ഹല്ലേലൂയ. വീണ്ടും പറയുന്നു, അവൻ ചിലർക്ക് 11-ാമത്തെ വാക്യം, അവൻ ചിലർക്ക് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകാൻ വരം നൽകി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നൽകിയ വരത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. 5 കാര്യങ്ങൾ നിങ്ങളുടെ 5 വിരലുകൾ എടുത്താൽ 5-നും 5 ലെങ്താണ്. ഇതുപോലെയാണ് ശുശ്രൂഷ വരങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ വിളിച്ചിരിക്കുന്നു, അവൻ ചിലർക്ക് അപ്പോസ്തലാധികാരം. കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പിനാൽ മാത്രം വരുന്നു ചേർന്നതുമാണ് അപ്പോസ്തലാധികാരം എന്ന് പറയുന്നത്. അപ്പോസ്തലന്മാരാകാൻ അവൻ കഴിവ് നൽകി, കൃപ നൽകി. ഇതുപോലെ 5 കൃപകളിലേക്ക്, ഓരോന്നും വ്യാഖ്യാനിക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. 5 കൃപകൾ. ഈ 5 കൃപകളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എപ്പോഴും. ഈ 5 കൃപകൾ പ്രിയപ്പെട്ട ദൈവജനമേ, അതിൽ 2-ാമത്തേത് പ്രവാചകന്മാർ, 3-ാമത്തേത് സുവിശേഷ പ്രഘോഷകർ, ഇടയന്മാർ, പ്രബോധകന്മാർ. പ്രിയമുള്ളവരെ, ഇതിൽ 2 മുതൽ ഇങ്ങോട്ട് നിങ്ങൾ ചോദിച്ചേ, പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകരും ഇടയന്മാരും പ്രബോധകന്മാരും. ഇങ്ങനെ നമ്മൾ കൃപ ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇതിലേത് കാറ്റഗറിയിലാണ് ഈശോ നമ്മളെ കൊണ്ടുചെന്ന് ഇടുന്നത് എന്നുള്ളത് നമുക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് ഇതിലേത് തരണമെന്ന് നമ്മളിൽ നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് സ്വർഗം തീരുമാനമെടുത്തിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് സ്വർഗം എടുത്ത തീരുമാനമാണ് ഇതിൽ ഏത് ലിസ്റ്റിൽ ചെന്നപ്പെടണമെന്നുള്ളത്. ഇതിലേത് ലിസ്റ്റിൽ ചെന്നപ്പെടും നമുക്കറിയത്തില്ല, ഏത് ലിസ്റ്റിലാണ് പെടേണ്ടത്. ഈ കാലഘട്ടത്തിൽ പ്രവർത്തിക്കുന്ന ചങ്ങലകൾ, സാത്താൻ ഒരുക്കി വെച്ചിരിക്കുന്ന കെണികളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടാവണം. എങ്കിലേ നമുക്ക് ആ കൃപ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന കൃപ അനുസരിച്ച് പ്രിയമുള്ളവരെ, നമ്മളിലുള്ള ആത്മീയതയിലും വ്യത്യാസം ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. വചനം പ്രഘോഷിക്കാൻ ദൈവം കൃപ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വചനവുമായിട്ട് ബന്ധപ്പെട്ട് എവിടെയൊക്കെയോ ഒരു കണക്ഷൻ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്, നമുക്കറിയത്തില്ല. പക്ഷെ നമ്മൾ വചന പ്രഘോഷണത്തിലേക്ക് കയറി. പ്രവചനദൂത് ദൈവം നമുക്ക് തന്നു. പ്രവാചകന്മാരാകാൻ ഒരു കൃപ തരണമെങ്കിൽ പ്രവചനം സ്വീകരിക്കുന്നത് എന്താ? എൻ്റെ കണ്ണുകളാണോ? എൻ്റെ ആത്മീയ നേത്രങ്ങളാണ്. എൻ്റെ ആത്മാവിലാണ് വരങ്ങൾ നൽകപ്പെടുകയുള്ളൂ. ആത്മാവിൽ മാത്രമേ വരങ്ങൾ തരുള്ളൂ. കൃപകളും വരങ്ങളും ആത്മാവിനുള്ളതാണ്, കൂദാശകളും ആത്മാവിനുള്ളതാണ്, ശരീരത്തിനുള്ളതല്ല. പക്ഷേ ആത്മാവിന് ഈ കൃപ ലഭിച്ചിട്ടുണ്ടെന്ന് ശരീരം കാണിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന്, കൈകളിൽ നിന്ന് പുറപ്പെടുന്ന ശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ളപ്പോഴാണ് ശുശ്രൂഷകർ കൈവയ്ക്കുമ്പോൾ ജനങ്ങളിൽ അത് സൗഖ്യത്തിനും വിടുതലിനും കാരണമാകുന്നത്. എന്തുകൊണ്ടാണ്? ആത്മാവിൽ ലഭിച്ച കൃപ കരങ്ങളിലൂടെ പുറത്താക്കപ്പെടുക. ഇത് ഒരു തവണ വെച്ചു, ഈ വെച്ചത് തന്നെ വീണ്ടും വീണ്ടും വെക്കുമ്പോഴും നമ്മളിൽ ചാർജ് ഇറങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. ശുശ്രൂഷകൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ ഇന്നിപ്പോൾ ഒരു 10 കൊന്ത ചൊല്ലി. ഈ 10 കൊന്ത ചൊല്ലി ഞാനിന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എൻ്റെ അടുത്തുകൂടെ ഒരു ആംബുലൻസ് നിലവിളി ശബ്ദം ഇട്ടുകൊണ്ട് പോവുക. ഈ 10 കൊന്തയിലൂടെ ഞാൻ സ്വീകരിച്ച അഭിഷേകം ആംബുലൻസിലെ പേഷ്യൻറ്റിന് പ്രാർത്ഥനയായിട്ട് കർത്താവ് എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശുശ്രൂഷ അതാണ്. പത്രോസ് പൗലോസ് സ്ലീഹന്മാർ നടന്നു പോയപ്പോൾ അവരുടെ നിഴൽ കൊണ്ടെങ്കിലും സൗഖ്യം കിട്ടണം. ഇതാണ് ശുശ്രൂഷകൻ. നിങ്ങൾ പ്രാർത്ഥിച്ച് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അഭിഷേകത്തെ കർത്താവിന് എവിടെ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ പെർമിഷൻ്റെ ആവശ്യമില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഒരു വചനപ്രഘോഷണം നാളെ നിങ്ങൾക്ക് പറഞ്ഞു, നാളെ ഇന്ന സ്ഥലത്ത് ഒരു ടോക്ക്, 1 മണിക്കൂർ ടോക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിവിടെ ഇരുന്ന് രാപകലില്ലാതിരുന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി പിറ്റേ ദിവസം അവിടെ എത്താൻ വേണ്ടി നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പോകുന്ന വഴിക്ക് ആരെല്ലാം
ഒരു പ്രാർത്ഥന ആവശ്യപ്പെട്ട് നിലവിളിച്ച് തമ്പുരാൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ടുണ്ടോ അവിടേക്കെല്ലാം നിങ്ങളുടെ പ്രാർത്ഥന കർത്താവ് സ്വീകരിക്കുന്നുണ്ട്. നിങ്ങൾ വചനപ്രഘോഷണ വേദിയിലെത്തുമ്പോൾ ഫുൾ എംപ്റ്റി ആയിട്ട് ചെന്ന് നിൽക്കുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്ലെങ്കിൽ ഒരു കോളെങ്കിലും വരും നിങ്ങളുടെ ഫോണിലേക്ക്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവിടെ തീരും. നിങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പം തന്നെ കൈ വിരിച്ച് പിടിച്ച് കർത്താവെന്ന് വിളിച്ച് കൊടുത്തേക്കണം. കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ദുരിതമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഒരാളോട് പറയണം ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം. അതല്ലെങ്കിൽ എന്താണെന്നറിയോ, അവൻ്റെ കാര്യം നടക്കുന്നത് വരെ നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കംപ്ലീറ്റ് ചോർന്നു പോയിക്കൊണ്ടിരിക്കും അവൻ്റെ വഴിക്ക്. നീ ഇവിടെ ഇരുന്ന് കുത്തിയിരുന്ന് പല കാര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും, ഒന്നും നടക്കില്ല. ഓഫർ ചെയ്യരുത് ഒരാൾക്കും. ഓഫർ ചെയ്താൽ കൊടുത്തേക്കണം, പിന്നത്തേക്ക് വെക്കരുത്. ഹല്ലേലൂയ. നമ്മളെല്ലാവർക്കും പറയും ഞാൻ പ്രാർത്ഥിച്ചോളാം, വലിയ സംഭവം പോലെ ഏറ്റെടുക്കുക. എന്നാൽ പ്രാർത്ഥിക്കുമോ? ഇല്ല, പ്രാർത്ഥിക്കത്തില്ല. നിങ്ങളെടുക്കുന്ന സഹനത്തിൻ്റെ സമയത്ത് ഒരുപാട് ഓഫറുകൾ കൊടുക്കരുത്. പ്രത്യേകിച്ച് നിങ്ങൾ ഉപവസിക്കുമ്പോൾ, നിങ്ങൾ ജാഗരണം നിന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഒത്തിരി നിങ്ങൾ ഏറ്റെടുക്കല്ലേ. ശരീരത്തിന് പീഡകൾ മാറില്ല, ശരീരത്തിന് പീഡകൾ മാറില്ല. ഉപവസിക്കുന്ന സമയത്ത് ഒത്തിരി പ്രയർ റിക്വസ്റ്റ് ഇങ്ങോട്ട് പോരട്ടെ എന്ന് പറഞ്ഞ് മേടിച്ച് വെക്കരുത്. ശരീരം പീഡകളിലൂടെ കടന്നു പോകേണ്ടി വരും. ജാഗരണ പ്രാർത്ഥന, ഉറക്കം നിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തും ഒത്തിരി നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ കളക്ട് ചെയ്ത് വയ്ക്കരുത്. ഹല്ലേലൂയ. വിവേകം കാണിക്കണേ, പ്രാർത്ഥനയിൽ വിവേകം കാണിക്കണം. അതല്ലെങ്കിൽ പ്രാർത്ഥന ഒത്തിരി നീണ്ടു പോവില്ല. കുറച്ച് നാളും കൊണ്ട് നമ്മൾ ശുശ്രൂഷ അവസാനിപ്പിക്കും, പ്രാർത്ഥനാ ജീവിതം അവസാനിപ്പിക്കും, എല്ലാം അവസാനിപ്പിക്കും, വേറെ റൂട്ട് ഓടുകയും ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ കുറേ പ്രാർത്ഥനകൾ ചെയ്യുന്നതല്ല വിവേകം. അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും വേണം. നമ്മൾ എറിയുന്നത് ഉന്നം തെറ്റരുത്, ഉന്നം തെറ്റാതെ എറിയരുത്. ഹല്ലേലൂയ. ഞാനിപ്പോൾ ഇവിടെ നിന്നൊരു കനമുള്ളൊരു ബോളെടുത്ത് നിങ്ങൾക്ക് എറിയുമ്പോൾ നിങ്ങളത് പിടിച്ചാൽ ഞാൻ സേഫാണ്, ഓക്കെ. നിങ്ങളത് പിടിച്ചില്ലെങ്കിൽ ഇത് ബൗൺസ് ചെയ്ത് തിരിച്ച് എൻ്റെ നെഞ്ചിന് നേരെ വരും. ഇതാണ് പ്രാർത്ഥന. തൊടുത്ത് വിടുന്ന പ്രാർത്ഥന. ലക്ഷ്യം പ്രാപിച്ചിട്ടില്ലെങ്കിൽ അത് നിനക്ക് ദുരിതമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ശുശ്രൂഷകർ ആരെങ്കിലും പ്രാർത്ഥന റിക്വസ്റ്റായിട്ട് വരുമ്പോൾ അവർ കണ്ടിട്ടില്ലേ, കുമ്പസാരിച്ചിട്ട് എത്ര നാളായെന്ന് ആദ്യം ചോദിക്കും. നമ്മളെ സേഫ്റ്റി ഉറപ്പാക്കുക. നമ്മുടെ സേഫ്റ്റി ഉറപ്പാക്കുക. നിങ്ങൾ കുമ്പസാരിച്ച് ഈ പ്രാർത്ഥനകൾ ചെയ്ത് ഒരുങ്ങിക്കോ എന്ന് പറഞ്ഞിട്ടേ ഇവിടെ നിന്ന് അയക്കുള്ളൂ. അത് വിവേകം കാണിക്കുന്നതാണ്. അതാണ് പക്വത. കാരണം എന്താണെന്നറിയോ, അതൊരുങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ AK-47 വെച്ചിട്ട് നമ്മൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുക, അവിടെ എത്തില്ല. റിട്ടേൺ വരും. അതുകൊണ്ട് വിവേകം എന്ന് പറയുന്ന കർത്താവ് സകല വരവും തരും. കൊച്ചുമാത്യാശൻ പറയുന്നതാണ്, എല്ലാ വരവും തരും. പക്ഷെ വിവരം അത് അവനവൻ കാണിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന വിവേകത്തെ ഉപയോഗിക്കണം. പരിശുദ്ധാത്മാവ് നമുക്കത് ആദ്യമേ തന്നിട്ടുണ്ട്. ഫലങ്ങളാണ് ആദ്യമേ നൽകപ്പെട്ടതാണ്, ഉപയോഗിക്കുന്നില്ല. ഇവിടെ പറയുന്നു പ്രവാചക ദൗത്യം ദൈവം തന്നിട്ടുണ്ട്. പ്രവാചക ദൗത്യം, പ്രവചനങ്ങൾ ലഭിക്കുന്നവനല്ലേ പ്രവാചകനാകുള്ളൂ. പ്രവചനം എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞത് പ്രവചിച്ചാലും നടക്കുന്നത് പ്രവചിച്ചാലും വരാനിരിക്കുന്നത് പറയുന്നതും പ്രവചനം തന്നെയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ശിഷ്യരെയും കൊണ്ട് മലയിലേക്ക് പോയൊരു ഫീലാണ് എനിക്ക്. അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു. 1 മണിക്കൂറെങ്കിലും എന്നോട് കൂടെ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലേ എന്ന് ഈശോ ചോദിച്ച ആ വചനം ഈശോ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട ദൈവജനമേ, ഉണർന്നിരിക്കണേ, അല്ലെ പണിയാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ കെട്ടിയിട്ടിട്ടേ പോവുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് അവസാനം ഞാൻ പറയാതെ ഉറങ്ങുന്നവർക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളൊരു കാര്യം അറിയണം, കെട്ടഴിക്കാൻ അറിയാവുന്നവന് കെട്ടാനും അറിയാം, മറക്കരുത്. കെട്ടഴിക്കാൻ അറിയാവുന്നവന് കെട്ടാനും അറിയാൻ പറ്റും. കെട്ടഴിക്കാൻ മാത്രമായിട്ട് തമ്പുരാൻ ആർക്കും പഠിപ്പിച്ചു കൊടുക്കില്ല. ഞാൻ കെട്ടഴിക്കുന്നവനാണ്. അപ്പം അതുകൊണ്ട് കെട്ടാനും അറിയാൻ പറ്റും. ഉറക്കം എന്നേക്കുമായിട്ട് പോകാനുള്ള വഴി എൻ്റെ കയ്യിലുണ്ട്. എന്നെക്കൊണ്ട് ചെയ്യിക്കല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ ഈ ലാസ്റ്റ് ഞങ്ങൾ വിശുദ്ധ നാട് തീർത്ഥാടനം കഴിഞ്ഞപ്പോൾ എത്തിയതാണ് ഇസ്രായേൽ. ഫസ്റ്റ് ബോംബ് വീഴുന്നതിൻ്റെ തലേദിവസം ഞങ്ങളിവിടെ എത്തി. ഹല്ലേലൂയ. അപ്പോൾ 27th ഞങ്ങളിവിടെ എത്തി. 28th അവിടെ ബോംബ് വീണു. അപ്പോൾ അവിടെ നമുക്കറിയാം, പോയിട്ടുള്ളവർക്കറിയാം, വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് വേക്കപ്പ് കോൾ 4 മണിക്ക് വരും. 5 മണിക്ക് റെഡിയായി 6 മണിക്ക് റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് നമ്മൾ ഇറങ്ങുക. എന്നാലേ എല്ലാ സ്ഥലവും കവർ ചെയ്യാൻ പറ്റുള്ളൂ. 4 മണിക്ക് എഴുന്നേൽക്കണമെന്ന് ക്രിസ്ത്യാനികളോട് പറഞ്ഞാൽ എഴുന്നേക്കില്ല.
ഞാൻ പോകുന്ന അന്ന് തൊട്ട് എല്ലാത്തിനെയും ഉറക്കത്തെ ബന്ധിച്ചിട്ടു. ഹല്ലേലൂയ. ഉറക്കത്തെ ബന്ധിച്ചിട്ടു 3 മണിക്ക് ഇവരെ എഴുന്നേൽക്കും. വേക്കപ്പ് കോൾ വരുമ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നവരെയാണ് ഈശോ കാണിച്ചു തന്നത്. അതായത് 4 മണിക്ക് എഴുന്നേൽക്കേണ്ട കോൾ വരുന്നതിന് മുൻപ് 3 മണിക്ക് തമ്പുരാൻ കർത്താവ് വരെ എഴുന്നേൽപ്പിച്ചിരുത്തുന്ന രീതിയിൽ കെട്ടിയിടാൻ പറ്റി. ഉറക്കത്തെ ബന്ധിച്ചിട്ടു, ഉറങ്ങിയില്ല. പക്ഷെ ഉറക്കത്തിൻ്റെ ക്ഷീണവും അവർക്ക് അനുഭവപ്പെടാതെ കർത്താവ് നയിച്ചു. ദൈവത്തിൻ്റെ നാമത്തിൽ പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ഭരിക്കുന്ന അരൂപിയെ നമ്മൾ തന്നെ കെട്ടിയിടണേ. അരൂപിക്ക് നമ്മൾ വീണ് പോകല്ലേ, ദുരിതമാണ്. നമ്മളെ ഭരിക്കുന്ന അരൂപികളുണ്ട്. ഉറക്കത്തിൻ്റെ ക്ഷീണം ഉണ്ടെങ്കിൽ നമ്മളെ ഭരിക്കുന്ന അരൂപിയാണ്. അതിന് വീണ് കൊടുക്കല്ലേ. വീണ് കൊടുത്താൽ നിങ്ങൾക്ക് ദുരിതമാണ്. നമ്മുടെ അവസാന കാലഘട്ടം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവസാന കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യും. നമ്മുടെ മരണത്തോടടുക്കുന്ന ഒരു സമയമുണ്ട്. അതൊക്കെ നമ്മളിപ്പോഴും ചിന്തിക്കണം. നിത്യമായ ഉറക്കത്തിലേക്ക് പ്രവേശിക്കാനുള്ളതാണ്. അപ്പോൾ നമ്മളതൊക്കെ ആലോചിക്കണം. കാരണം നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന ഓരോ സെക്കൻഡ്സിനും കർത്താവ് കണക്ക് ചോദിക്കും. പ്രത്യേകിച്ച് ശുശ്രൂഷകർ ഓരോ സെക്കൻഡ്സിനും കണക്ക് കൊടുക്കേണ്ടതാണ്. നഷ്ടപ്പെടുത്തുന്ന ഓരോ സെക്കൻഡ്സ്, അലസതയിൽ നഷ്ടപ്പെടുന്ന ഓരോ സെക്കൻഡ്സിനും കണക്കുണ്ട്. ഞാൻ ഇവിടുത്തെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് അടുത്തത് ഏറ്റെടുത്തിരിക്കുക. ഇവിടെ നിന്ന് അവിടെ എത്താൻ ജസ്റ്റ് ആ ഒരു ടൈം മാത്രമേ എനിക്ക് ഇവിടെ നിന്നുള്ളൂ. ഇവിടെ നിന്നൊരു 80 കിലോമീറ്റർ സ്പീഡിലെങ്കിലും പോയാലേ എനിക്കിനി കൊച്ചിയിൽ അടുത്ത ടോക്കിന് കയറാൻ പറ്റുള്ളൂ, ഇന്ന് തന്നെ. അപ്പോൾ ഈശോ പറയും ഇവിടെ നിന്ന് കഴിഞ്ഞ് ഉടനെ ഇറങ്ങിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുത്താൻ ടൈമില്ല പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെടുത്താൻ സമയമില്ല. നമ്മൾ ചെയ്തിരിക്കുന്ന ഓരോന്നിനും നമ്മൾ കണക്ക് കൊടുക്കണം കേട്ടോ. ഞാൻ വീണ്ടും വീണ്ടും പറയാം. നമ്മുടെ തലമുറകളിൽ നിന്ന് മരിച്ചു പോയിരിക്കുന്ന വ്യക്തികളുണ്ട്. ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, ചിലപ്പോൾ മക്കൾ. ഈ ആത്മാക്കൾക്ക് പ്രാർത്ഥന കിട്ടുന്ന എപ്പോഴാണെന്നറിയോ? നമ്മളിവിടെ പ്രാർത്ഥനയിലും വിശുദ്ധിയിലും വിശ്വാസത്തിലുമായിരിക്കുമ്പോഴേ അവർക്കവിടെ കിട്ടുള്ളൂ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ അവർക്ക് കിട്ടണമെന്നില്ല. അവർക്ക് വേണ്ടി നിങ്ങളിപ്പോൾ ഒരു 10 മരിച്ച വിശ്വാസികളുടെ ജപം ചൊല്ലി പ്രാർത്ഥിച്ചാലും അത് 10 അവർക്ക് കിട്ടണമെന്നില്ല. പക്ഷെ നീ ഇവിടെ വിശുദ്ധി കീപ്പ് ചെയ്താൽ അതവിടെ പ്രാർത്ഥനയായിട്ട് കിട്ടും. കാരണം നിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് അവിടെ കിടക്കുന്നത്. ഹല്ലേലൂയ. അവിടെ നിൻ്റെ പ്രാർത്ഥന അയച്ചാൽ നിൻ്റെ യോഗ്യതയും അവൻ്റെ ആ ആത്മാവിൻ്റെ അവസ്ഥയനുസരിച്ച് അത് എത്തുള്ളൂ. അല്ലെങ്കിൽ ആ ട്രാവലിംഗ് ഡിസ്റ്റൻസ് അത് പൂർത്തീകരിക്കില്ല. പക്ഷേ നിൻ്റെ ശരീരത്തിൻ്റെ ഒരു പാട്ട്, നിൻ്റെ സോൾമേറ്റ് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നിനക്ക് പ്രാർത്ഥന കിട്ടും. ഇവിടെ കൊടുക്കാൻ പറ്റും. ഇവിടെ നീ വിശുദ്ധി കീപ്പ് ചെയ്ത്, ഇവിടെ നീ ഒരുങ്ങി, ഇവിടെ കുമ്പസാരിച്ച്, ഇവിടെ കൂദാശകൾ സ്വീകരിച്ചാൽ ഇതിൻ്റെ വിഹിതം അവിടെ കിടക്കുന്നതിന് ഈസി ആയിട്ട് കിട്ടും. പ്രാർത്ഥിച്ചു കൊടുക്കുന്നതിനേക്കാൾ എളുപ്പം കിട്ടും. ഡയറക്റ്റ് റിലേഷൻസ് ഉള്ളതിലേക്ക് മക്കൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഭാര്യ, ഭർത്താവ്, ഈ 5 ബന്ധങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ വിശുദ്ധീകരിച്ചാൽ അതവിടെ പ്രാർത്ഥനയായിട്ട് കിട്ടും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും അത്രയും കിട്ടില്ല. നിങ്ങളിവിടെ പാപത്തിലാണോ അതവിടെ ദുരിതത്തിലായിരിക്കും. മറക്കണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വിശുദ്ധിയാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ നന്നായാൽ മതി പ്രിയപ്പെട്ടവരെ, എല്ലാം നന്നായിക്കോളും. നമ്മളെ നന്നാക്കിയാൽ മതി, ബാക്കി എല്ലാം നന്നായിക്കോളും. ഓക്കെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും. സുവിശേഷ പ്രഘോഷകൻ. അടുത്തത് സുവിശേഷം എന്ന് പറയുന്നത് എന്താ? രക്ഷയുടെ സുവിശേഷമുണ്ട്, അനുതാപത്തിൻ്റെ സുവിശേഷമുണ്ട്, താക്കീതിൻ്റെ സുവിശേഷമുണ്ട്, പ്രിയപ്പെട്ടവരെ വിടുതലിൻ്റെ സുവിശേഷമുണ്ട്, സൗഖ്യത്തിൻ്റെ സുവിശേഷമുണ്ട്. നമുക്കറിയാം ഓരോ ധ്യാനങ്ങൾ നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോഴും ധ്യാനത്തിനൊരു പേരിടും. ആത്മാ വളർച്ച ധ്യാനം, വരദാന വളർച്ച ധ്യാനം, ആന്തരിക സൗഖ്യ ധ്യാനം, വിടുതൽ ധ്യാനം. എന്തുകൊണ്ടാണ്? സുവിശേഷത്തെ ആ കാറ്റഗറിയിലേക്ക് കൊണ്ടുപോകുക. എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും? അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത്, സുവിശേഷ പ്രഘോഷകൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂർണ്ണത എപ്പോഴാണ് ആകുന്നത്? എല്ലായിടത്തും തൊട്ടുപോകുന്നവനെ സുവിശേഷ പ്രഘോഷകൻ ആകുള്ളൂ. ചില സുവിശേഷ പ്രഘോഷകരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ദൈവസ്നേഹത്തെക്കുറിച്ച് ക്ലാസ് എടുക്കും, അത് തന്നെ എടുക്കുള്ളൂ. വേറെ ഒരു ടോപ്പിക്ക് കൊടുത്താലും അവരെടുക്കില്ല. അത് ഭംഗിയായിട്ട് എടുക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, അത് സുവിശേഷ പ്രഘോഷണമല്ല, അത് പഠിച്ചത് ഛർദ്ദിക്കുന്നതാണ്. അതല്ല സുവിശേഷ പ്രഘോഷണം എന്ന് പറഞ്ഞാൽ ഏത് ടോപ്പിക്ക് കിട്ടിയാലും അതിനെക്കുറിച്ചുള്ള വചനം നിങ്ങളുടെ നാവിൽ ഉണ്ടാകുന്നതാണ് സുവിശേഷ പ്രഘോഷകൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ നമുക്ക് മുന്നിലിരിക്കുന്ന ബാച്ച് ഏതാണെങ്കിലും ക്ലാസ് കൊടുത്തേ പറ്റുള്ളൂ. അവർക്ക് ആവശ്യമുള്ളത് ഏത്? കുഞ്ഞുങ്ങളുടേതാണോ? കൊടുക്കണം. യുവതി യുവാക്കളുടേതാണോ? ദമ്പതികളുടെ ധ്യാനമാണോ? ശുശ്രൂഷകരുടെ ധ്യാനമാണോ? സിസ്റ്റേഴ്സിൻ്റെ ആണോ? വൈദികരുടെ ആണോ? ഏതാണോ? മുന്നിലിരിക്കുന്ന ബാച്ചിന് എൻ്റെ അതിരത്തിൽ നിന്ന് ദൈവം സംസാരിക്കുന്നതാണ് സുവിശേഷ പ്രഘോഷകൻ എന്ന് പറയുന്നത്. അതുമാത്രമാണ്. ഹല്ലേലൂയ. ബാക്കിയുള്ളതെല്ലാം പ്രാർത്ഥനക്കാരാണ്.
നമ്മൾ പ്രാർത്ഥനക്കാരാകരുത്. സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്ന വരം കിട്ടിയാൽ അത് വരമായിട്ട് തന്നെ സ്വീകരിക്കാൻ പറ്റണം. എന്തും കൊടുക്കാൻ പറ്റണം. ഏത് സബ്ജക്റ്റും നിങ്ങളുടെ നാവിന് വഴങ്ങുന്നതാണ് സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ പറയുന്നു, ഇടയന്മാരും പ്രബോധകന്മാരും മറ്റും ആകാൻ ദൈവം വരം നൽകി. ഹല്ലേലൂയ. പ്രിയരെ, ഇടയന്മാരും പ്രബോധകന്മാരും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എങ്കിലും പ്രിയമുള്ളവരെ, ഇടയൻ ആവുക. അജഗണത്തിനാണ് ഇടയൻ ആവശ്യമുള്ളൂ. അജഗണത്തെ നയിക്കുന്നതാണ് ഇടയൻ. ഇടയൻ്റെ പ്രത്യേകത എന്താ? ഇടയൻ വീണാൽ, ഇപ്പോൾ ഒരു രൂപത, ആ രൂപതയിൽ ദൈവം ഒരു രൂപത അധ്യക്ഷനെ തന്നിട്ടുണ്ട്. ഈ രൂപത അധ്യക്ഷൻ കൃപയിലാണോ, ആ മൊത്തം രൂപതയിൽ അത് കാണാനുണ്ടാവും. ഒരു ഇടവക വികാരി കൃപയിലാണോ, മൊത്തം ഇടവകയിൽ അത് കാണാനുണ്ടാകും. ഒരു കുടുംബനാഥൻ കൃപയിലാണോ, മൊത്തം കുടുംബത്തിൽ അത് കാണാനുണ്ടോ? ഇതാണ് ലീഡർഷിപ്പ്, ഇതാണ് ഇടയ ദൗത്യം എന്ന് പറയുന്നത്. അത് സുവിശേഷ പ്രഘോഷണത്തിൽ മാത്രമല്ല, അത് വരമായിട്ട് കിട്ടുന്നത് കുടുംബജീവിതത്തിലും ആപ്ലിക്കബിളാണ്. കുടുംബനാഥൻ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് കർത്താവ് ഉയർത്തി. ഈ കുടുംബനാഥനെ അപ്പനായിട്ട് ഉയർത്തി. ആദ്യം ഭർത്താവ് എന്നുള്ള സ്ഥാനത്തേക്ക്, പിന്നെ അപ്പൻ എന്നുള്ള സ്ഥാനത്തേക്ക്, പിന്നെ അപ്പൻ്റെ അപ്പൻ എന്നുള്ള സ്ഥാനത്തേക്ക് വരെ കർത്താവ് നമ്മൾ ഉയർത്തി നിർത്തും. ഇത് ഓരോ പൊസിഷനിലേക്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യപ്പെടുക, ആയുസ് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ. ഓരോ പൊസിഷനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും ലീഡർഷിപ്പ് സ്ട്രോങ് ആകുകയാണ്. ഇത്രയും ലീഡർഷിപ്പ് നമ്മൾ സ്ട്രോങ് ആയിട്ട് മെച്യൂരിറ്റിയോടുകൂടെ നയിച്ചിട്ടുണ്ടോ, ആ വ്യക്തി മരിച്ചാൽ ഒത്തിരി കാലം അതിന് ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കേണ്ടി വരില്ല. കാരണം ദൈവം അനുവദിച്ച ലീഡർഷിപ്പ് ഭംഗിയായിട്ട് നിറവേറ്റിയത് കൊണ്ടാണ് മക്കളെ ഒത്തിരി കൊടുക്കുന്നത്, കുഞ്ഞുമക്കളെ ഒത്തിരി കൊടുക്കുന്നത്. അപ്പൻ അപ്പൂപ്പനാകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അപ്പനായിരുന്ന സമയത്ത് മക്കളെ വേണ്ടുന്ന രീതിയിൽ നോക്കിയത് കൊണ്ടും കൃപയിലാക്കുന്നത് കൊണ്ടുമാണ്. അങ്ങനെയുള്ളവരാണ് അടുത്ത തലത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഇത് തന്നെ ശുശ്രൂഷ ജീവിതത്തിലുമുണ്ട്. ഞാനിപ്പോൾ 5 പേർക്ക് ക്ലാസ് എടുക്കുന്നതുണ്ട്, 50 പേർക്ക്, 500 പേർക്ക്, 5000 പേർക്ക് എടുത്തിട്ടുണ്ട്, 15000 പേർക്ക് അതിൽ കൂടുതലും എടുത്തിട്ടുണ്ട്. പക്ഷേ എടുക്കുമ്പോഴെല്ലാം പ്രിയപ്പെട്ടവരെ, എത്ര ബാച്ചാണോ മുന്നിരിക്കുന്നതെന്നുള്ളത് എൻ്റെ വിഷയമല്ല. അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ഒരു അതരത്തിൽ നിന്ന് പുറപ്പെടണം. അപ്പോൾ 50 പേർക്കാണെങ്കിലും 50ആയിട്ട് ശുശ്രൂഷകൻ മുറിയപ്പെടുമ്പോഴാണ് അവൻ യഥാർത്ഥത്തിൽ ഇടയൻ ആവുകയുള്ളൂ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. 50 പേർക്ക് വേണ്ടിയിട്ട് മുറിയപ്പെടണം മുമ്പിലുള്ളത്. ഈശോ 5 അപ്പം 5000 പേർക്ക് വിഭജിച്ച് കൊടുത്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഓരോരുത്തർക്കും കൊടുത്തു എന്നുള്ളതാണ്. ഒരു ഗ്രൂപ്പിന് ഇത്ര എണ്ണം വെച്ച് കർത്താവ് കൊടുത്തില്ല, ഓരോരുത്തർക്കും കർത്താവ് കൊടുത്തു. ഓരോരുത്തർക്കും കൊടുക്കുന്നതാണ് കർത്താവിൻ്റെ രീതി എന്ന് പറയുന്നത്. പരിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുന്ന കുർബാന ഒരു കുടുംബത്തിന് ഒരു പരിശുദ്ധ കുർബാന വെച്ചിട്ടല്ല, പേഴ്സണലി കർത്താവ് കൊടുക്കുന്നുണ്ട്, തന്നെ മുറിച്ച്. ഇത് തന്നെയാണ് വചനം കൊടുക്കുന്ന സുവിശേഷകൻ, സുവിശേഷ പ്രഘോഷകൻ, അല്ലെങ്കിൽ വചന ശുശ്രൂഷകൻ, എന്ത് തന്നെ ആയിക്കളുടെ ശുശ്രൂഷകൻ. അവൻ 50 പേരുണ്ടെങ്കിൽ 50 പേരുടെയും ശുശ്രൂഷകനാ. വിളമ്പുന്നത് 50 ഇടത്തേക്കും കിട്ടിയിട്ടുണ്ടാകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിന് വേണ്ടിയാണ്. വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. ഇതൊരു പ്രോസസ്സാണ്, ഇത് ഒരു പ്രവൃത്തിയല്ല, ഇതൊരു പ്രോസസ്സാണ്. ഇത് തുടരണം. ഓരോന്ന് കഴിയുമ്പോഴും കർത്താവ് ഇങ്ങനെ എഴുതി കാണിക്കും, ടു ബി കണ്ടിന്യൂഡ്. പ്രിയപ്പെട്ടവരെ, ഇത് തുടരേണ്ടിയിരിക്കുന്നു. ചില ശുശ്രൂഷകൾ തുടർച്ചകളാണ്, ഒറ്റ വേദിയിൽ അവസാനിക്കുന്നതല്ല ശുശ്രൂഷ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നതും ശുശ്രൂഷയല്ല. കർത്താവിനെ കൊടുക്കുന്നത് അതിൻ്റെ പൂർണ്ണരാക്കപ്പെടുന്നത് വരെ കൊടുക്കണമെന്നുള്ളതാണ് ഈശോ പറയുന്നത്. പൂർണ്ണതയിൽ അവരെത്തിച്ചേരുന്നത് വരെ കൊടുക്കണം. കേരള കത്തോലിക്ക സഭ നമ്മളിന്ന് എടുത്താലും മനസ്സിലാവും, ഇന്ന് ടോക്കിൻ്റെ ക്വാളിറ്റിയാണ് നോക്കുന്നത്. സുവിശേഷണത്തിൽ വചനത്തെയല്ല ഇന്ന് എല്ലാവരും നോക്കുന്നത്, ടോക്കിൻ്റെ ക്വാളിറ്റി. ആ അച്ഛൻ ഇതിലും നന്നായിട്ട് എടുക്കും, ഈ ബ്രദർ ഇതിലും സൂപ്പറാണ്, ആ സിസ്റ്റർ. ഇങ്ങനെ ടോക്കിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്ന സമൂഹമായിട്ട് കേരള സമൂഹം മാറി. അവർക്ക് വചനം കേൾക്കണ്ട, അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങൾ കേരള സമൂഹത്തിൽ കുറവാണ്.
നിങ്ങളെടുത്ത് നോക്കിക്കോ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് ആദ്യ സമൂഹത്തിലുണ്ടായിരുന്ന പോലുള്ള നമ്മുടെ നായ്ക്കമ്പറമ്പലച്ഛനും പനക്കലച്ഛനൊക്കെ തുടങ്ങിയ കാലഘട്ടത്ത് ഉണ്ടായിരുന്നൊരു തൊടുന്നിടം തീയാകുന്നൊരു സമയം ഉണ്ടായിരുന്നു. വരുന്നവർക്കെല്ലാം അതിപ്പോൾ ഈ കാലഘട്ടത്തിൽ കാണുന്നില്ല. എന്തുകൊണ്ടാണ്? ഇന്ന് ടോക്കിൻ്റെ ക്വാളിറ്റിയാണ് നോക്കണത്. വചനത്തെ ശ്രവിക്കുന്നില്ല. വിടുതൽ വേണ്ട. കാരണം ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഇഷ്ടം പോലെ കിട്ടാനുള്ളത് കൊണ്ട് വചനത്തെ ശ്രദ്ധിക്കുന്നില്ല. നിലവാരം നോക്കിയാണ് ശുശ്രൂഷകരെ ജനങ്ങൾ ചൂസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു. ഹല്ലേലൂയ. കർത്താവാണ് ശുശ്രൂഷകരെ ചൂസ് ചെയ്തത്, ജനങ്ങളെ ചൂസ് ചെയ്യാൻ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഈ കാലഘട്ടത്തിൽ ജനങ്ങൾ ചൂസ് ചെയ്യാൻ തുടങ്ങി. ഇവിടെ പോകാം, അവിടെ പോകാം, ഇത് മതി. ഇങ്ങനെ ജനങ്ങൾ ശുശ്രൂഷകരെ ചൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ കൃപകൾ താഴേക്ക് പോകാൻ തുടങ്ങി. അത്ഭുതങ്ങളുടെ എണ്ണങ്ങൾ, അടയാളങ്ങൾ കുറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, കേരളം വിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈ തളർവാദ രോഗികളൊക്കെ ഈസിയായിട്ട് എഴുന്നേറ്റ് കിടക്കും. ഇങ്ങനെ കൈക്ക് പിടിച്ചിട്ട് എഴുന്നേറ്റോ എന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് പോകുന്ന രസമോ കാണാനായിട്ടെന്നറിയോ? കൈയും കാലൊക്കെ പിരിഞ്ഞിരിക്കുന്നതൊക്കെ നേരെ വരും. കേരളത്തിലാണെങ്കിലോ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. മാസങ്ങൾ നീണ്ട പ്രാർത്ഥനയാണ് കേരളത്തിൽ കൊടുക്കുന്നത്. ഇത് പ്രാർത്ഥിച്ചോ, 3 മാസം കഴിഞ്ഞൊരു ധ്യാനം കൂടെ, ഇങ്ങനെ പറയേണ്ടി വരുന്നു ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ. കേരളം വിട്ടാൽ അങ്ങനെയല്ല പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ നാമത്തിൽ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞാൽ നടക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ചെന്ന് സിസ്റ്റേഴ്സിൻ്റെ ധ്യാനത്തിൻ്റെ സമയത്ത് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നിരിക്കുക. 2 കുഞ്ഞു മക്കളെ അവൾക്ക് ബ്രസ്റ്റിൽ റൈറ്റോ ലെഫ്റ്റോ ബ്രസ്റ്റിൽ ക്യാൻസറാണ്, ട്യൂമർ വന്നിട്ട് അവളുടെ ഡ്രസ്സിന് വെളിയിലൂടെ ഇങ്ങനെ ട്യൂമർ ഇങ്ങനെ മുഴച്ച് നിൽക്കുന്നത് കാണാം. അവളുടെ കഴുത്തിലേക്ക് വരെ അതിങ്ങനെ എത്തി നിൽക്കുക. അപ്പോൾ ഇത് വന്ന് നിൽക്കുന്ന അച്ഛൻ പറഞ്ഞു, ബ്രദറെ 2 കുഞ്ഞുങ്ങളാണ്, 4th സ്റ്റേജാണെന്നാണ് ഡോക്ടർ പറയണത്. ആൾ കാത്തലിക് അല്ല, ആൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയില്ല, ട്രൈബാണ്, പ്രാർത്ഥിക്കണം. അച്ഛൻ കൊണ്ടുവന്ന് നിർത്തി. ഇവളോട് ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞിട്ട് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ചോദിച്ചു, നീ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോൾ പറഞ്ഞു വിശ്വസിക്കുന്നു. നിനക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്, നീ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ ആദ്യം ചെന്ന് നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പ്രാർത്ഥിച്ചാൽ ഇത് ശരിയാവുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവൾ പറയാണ്, ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നില്ല, പക്ഷേ നിങ്ങൾ വിളിക്കുന്ന ക്രൈസ്റ്റിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ക്രൈസ്റ്റിൽ എനിക്ക് വിശ്വാസമുണ്ട്. അവൻ ഇത് സൗഖ്യപ്പെടുത്താൻ ഓക്കെയാണെന്ന് എനിക്കറിയാം, കാരണം ഞാൻ ബൈബിൾ വായിച്ചിട്ടുണ്ട്. ഇതാണ് അവൾ പറഞ്ഞ മറുപടി. കറക്റ്റാണ്. എന്നിട്ട് ഇവളെ തലയിലേക്ക് വെച്ച് ബന്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കുന്ന ഈ ട്യൂമർ ചുരുങ്ങി ലൈവ് കണ്ടുകൊണ്ടിരിക്കുക. ചുറ്റും നിൽക്കുന്നവരിങ്ങനെ നിലവിളിക്കുക. ചുരുങ്ങി അതിങ്ങനെ ഒരു നെല്ലിക്ക വലിപ്പത്തിലേക്ക് മാറിയപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ബാക്കിയുള്ളത് മാറണമെങ്കിൽ നീ മാമോദിസ മുങ്ങി കർത്താവാണ് ഏകലോക രക്ഷകൻ എന്ന് നീ പറയണം, എങ്കിൽ ബാക്കി മാറ്റാം. ഹല്ലേലൂയ. ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം ഓക്കെ ആക്കുന്നത് ശുശ്രൂഷയല്ല. അപ്പോൾ പിന്നെ നമുക്ക് എന്താ മെച്ചം? നമുക്ക് മെച്ചം വേണ്ടേ? നമുക്ക് മെച്ചം വേണം. കർത്താവിനെ അതും മേടിച്ചുകൊണ്ട് തിരിച്ചു പോകരുത്, അത് പാടില്ല. ആൾ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കണം. ഇതിങ്ങനെ കാണാം, യേശുവിൻ്റെ നാമത്തിൽ ഇത് കാണാം. കണ്ട് നമ്മൾ കണ്ട് കൊതി തീർന്ന കണ്ണുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഇത് നടക്കാത്തതിന് കാരണം എന്താണെന്നറിയോ? ടോക്കിൻ്റെ നിലവാരം നോക്കിയിരിക്കുന്നവരാണ്. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നതൊക്കെ നിലവാരം നോക്കിയാണ്. നല്ല ടോക്ക് ഇങ്ങനെ കാണുകയാണ്. ടോക്ക് നല്ല പ്രസൻറ്റേഷൻ, നല്ല അവതരണ ശൈലി, നല്ല സംസാര പാഠവം, ഇങ്ങനെ ശുശ്രൂഷകരെ ജനങ്ങൾ വിലയിരുത്താൻ തുടങ്ങിയപ്പോൾ ശുശ്രൂഷകരിൽ നിന്ന് കർത്താവ് കൃപകൾ എടുത്തു മാറ്റാൻ തുടങ്ങി. കുറേ പ്രസംഗിക്കുന്നവരുണ്ട് ഈ കാലഘട്ടത്തിൽ, ഒത്തിരി പേര് പ്രസംഗിക്കുന്നുണ്ട്. കൂണുപോലെ യൂട്യൂബ് ചാനൽസ് ഉണ്ട്. പലതും ഇങ്ങനെ ഈ മോട്ടിവേഷനുകളാണ് കിട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ അത്ഭുതങ്ങളൊന്നും നടക്കുന്നില്ല, അടയാളങ്ങൾ സംഭവിക്കുന്നില്ല. മനസ്സിന് ആശ്വാസം തരാനേ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ സ്പീച്ചറിന് പറ്റും, ശുശ്രൂഷൻ്റെ ആവശ്യമില്ല. ആശ്വാസം തരാൻ കൃപ വളരണമെങ്കിൽ നിങ്ങൾ ശുശ്രൂഷകരെ തിരഞ്ഞെടുക്കരുത്, കർത്താവ് തിരഞ്ഞെടുക്കട്ടെ. കർത്താവ് തിരഞ്ഞെടുത്തവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, അതേ നടക്കുള്ളൂ. നിങ്ങൾ ചൂസ് ചെയ്യുന്നിടത്ത് കർത്താവ് ഓക്കെ ആയിരിക്കണം എന്നില്ല. ഹല്ലേലൂയ. അഭിഷേകത്തോടെ ഹല്ലേലൂയ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. ഇതാണ് കർത്താവ് നമ്മൾക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു കോളെന്ന് പറയുന്നത്. ഇതാണ്. ചിലത് കാണുമ്പോൾ നമ്മുടെ കണ്ണ് അതിലേക്ക് ഒരു ആകർഷണം തോന്നും, പോകരുത്. ചില കൃപകൾ കാണുമ്പോൾ അതിലേക്കൊരു ആകർഷണം തോന്നും, അത്ഭുതങ്ങളുടെ പുറകെ നിങ്ങളുടെ കണ്ണ് പോകരുത്.
അടയാളങ്ങളുടെ പുറകെയും നിങ്ങളുടെ കണ്ണു പോകരുത്. വചനത്തെ മാത്രമേ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പാടുള്ളൂ. നിത്യജീവനെ നിങ്ങൾ അവകാശപ്പെടുത്താൻ പാടുള്ളൂ. നിങ്ങളൊരു രോഗസൗഖ്യം അവകാശപ്പെടുത്തിയാൽ അതോടെ തീരരുത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം. അങ്ങനെയുള്ളതൊന്നും ശുശ്രൂഷകളല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോ നിങ്ങളോട് പറയുന്നു, വിശുദ്ധ മിഖായേലിൻ്റെ ജപം ചൊല്ലി പ്രാർത്ഥിക്കണം ദിവസവും. നിങ്ങളുടെ ഓർഗണിനെ വിശുദ്ധ മിഖായേലിന് സമർപ്പിക്കണം. എല്ലാ ദിവസവും ഞാൻ ചെയ്യുന്നതാണ്. എൻ്റെ ഓരോ ഓർഗണും ഓരോന്നിനും ഓരോ ഫങ്ഷൻ ദൈവം കൊടുത്തിട്ടുണ്ട്. അത് ചിലതിന് ഡാമേജ് ഉണ്ടാവും, ചിലത് ആരോഗ്യത്തിലായിരിക്കും. എല്ലാം ഓരോന്നിനും ഞാൻ വിശുദ്ധ മിഖായേലിൻ്റെ കാവലേർപ്പെടുത്തും. എൻ്റെ പ്രാർത്ഥനാ ജീവിതം, കിട്ടിയിരിക്കുന്ന ഓരോ കൃപകളെ വിശുദ്ധ മിഖായേലിന് ഞാൻ സമർപ്പിക്കും. ഓരോ കൃപകളെ വിശുദ്ധ മിഖായേലിന് സമർപ്പിക്കും. ഓരോ കൃപകൾ, ഓരോ വേദികൾ വിശുദ്ധ മിഖായേലിന് സമർപ്പിക്കും. അത് സമർപ്പിക്കാതെ ഒന്നും ചെയ്യില്ല. ഇങ്ങനെ സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതെല്ലാം വിശുദ്ധ മിഖായേലിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങൾ വിട്ടുകൊടുത്താൽ അത് ഹെൽത്തി ആയിരിക്കും. മരണം വരെ അതെടുത്തു മാറ്റാൻ സമ്മതിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ലഭിച്ചവൻ കൃപ നഷ്ടപ്പെടുത്താനും മതി. അതുകൊണ്ട് ഒരു കൃപയും ഞാൻ സൂക്ഷിക്കാം എന്ന് ഈശോയ്ക്ക് വാക്ക് കൊടുക്കരുത്. സൂക്ഷിക്കാൻ നിയോഗിക്കപ്പെട്ട മാലാഖമാരെ സ്വർഗം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർവീസ് നമ്മൾ എടുക്കണം. അതിൻ്റെ സർവീസിന് നമ്മൾ ചോദിക്കണം, ഇത് ഈ മാലാഖയ്ക്ക് വിട്ടുകൊടുക്കുകയാണ് കർത്താവിൻ്റെ നാമത്തിൽ ഈ കൃപ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വിട്ടുകൊടുക്കണം. നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടോ, ആ ഒരു രോഗം, ഇപ്പം നിങ്ങൾക്ക് ഷുഗറാണോ, ഷുഗർ ബ്ലഡിലാണോ, അത് എന്തിലാണ് നിങ്ങളുടെ ഷുഗർ കിടക്കുന്നത്? കർത്താവേ, എൻ്റെ ഷുഗർ എവിടെയാണ് മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്നത്? ഈ ഷുഗർ എന്ന് പറയുന്ന സ്പിരിറ്റ് എവിടെ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടോ ആ ഓർഗണിനെ വിശുദ്ധ മിഖായേലിനെ ഞാൻ സമർപ്പിച്ചുകൊണ്ട് 9 തവണ വിശുദ്ധ മിഖായേലിൻ്റെ ജപം നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചു ചോദിക്കുമോ? ഒരു 9 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ അളവ് കുറഞ്ഞിരിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഹല്ലേലൂയ. അവിടെ പ്രവർത്തിക്കുന്ന സ്പിരിറ്റ് അരൂപികൾ വിട്ടുമാറും. സെയിൻറ്റ് മൈക്കിൾ ചാർജ് എടുക്കുന്നിടത്ത് ശുശ്രൂഷകന് സ്വർഗം തന്നിരിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് വിശുദ്ധ മിഖായേൽ. തിരുസഭയുടെ പാലകനം. ഹല്ലേലൂയ. തിരുസഭയെ ഏറ്റെടുത്തിരിക്കുന്ന സ്വർഗീയ സൈന്യാധിപനാണ്. അതുകൊണ്ട് ശുശ്രൂഷ ജീവിതത്തിലേക്ക് നിങ്ങൾ നടക്കുമ്പോൾ മാലാഖമാരുടെ പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കണം. നമ്മൾക്ക് വേണ്ടി മധ്യസ്ഥം വിളിക്കുന്ന ഗ്രൂപ്പൊന്നും അവരെ ഒന്നും നമ്മൾ ട്രസ്റ്റ് ചെയ്യരുത്. അതൊക്കെ മാറിയും മറിഞ്ഞിരിക്കും. ആരും നമുക്ക് വേണ്ടി നിത്യകാലത്തേക്കൊന്നും പ്രാർത്ഥിക്കാൻ പോണില്ല. അവർക്ക് ക്ഷീണമെന്ന് അവർ മാറിക്കിടക്കും. ഹല്ലേലൂയ. ഉറങ്ങാത്തത് കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. ഉണർന്നിരുന്ന് നിന്നെ പരിപാലിക്കുന്ന ദൈവം ഈശോ മിശിഹ മാത്രമേ ഉള്ളൂ. നിൻ്റെ ഭാര്യയും ഭർത്താവും പോലും ഉണ്ടാവില്ല. ഒരാളിലും ട്രസ്റ്റ് ചെയ്യരുത്, ആരെയും വിശ്വസിക്കരുത്. പലരും നിങ്ങൾക്ക് പ്രാർത്ഥിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് ഭംഗി വാക്ക് പറയും. വിശ്വസിക്കണ്ട, ഒന്നും നടപ്പാവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നും നടപ്പാവില്ല. നടപ്പാകുന്നത് അവനവൻ്റെ പ്രാർത്ഥനയും അവനവൻ്റെ പ്രെയർ ലൈഫ് മാത്രമേ നടപ്പാകുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഓഫറുകൾ മാത്രമായിട്ട്, ഓണത്തിനും ക്രിസ്മസിനും ഈസ്റ്ററിനൊക്കെ കിട്ടുന്ന ഓഫറുകളില്ലേ, ഈ ഓഫർ മാത്രമായിട്ട് നിൽക്കുകയുള്ളൂ. ആരും പ്രാർത്ഥിക്കാനൊന്നും പോണില്ല പ്രിയപ്പെട്ടവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്നേ. നമ്മുടെ സമയം അതിക്രമിച്ചു. 15 മിനിറ്റ് എക്സ്ട്രാ എടുത്തു. കണ്ണടച്ചേ. നിങ്ങളൊരു കൃപ ചോദിച്ചേ, ഈശോയെ എനിക്ക് ഈ കൃപ വേണം, ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചോളാം എന്ന് നിങ്ങളൊരു പ്രാർത്ഥന ദൈവത്തിന് ഓഫർ ചെയ്തേ. കണ്ണടച്ച്. ഞാൻ പറഞ്ഞു, ഉപവാസം, ജാഗരണ പ്രാർത്ഥന, വിശുദ്ധ മിഖായേലിൻ്റെ ജപം, കുരിശിൻ്റെ വഴി, ജപമാല, എന്തും നിങ്ങളുടെ ഇഷ്ടം. കർത്താവ്, ഈ പ്രാർത്ഥന ഒരു 90 ദിവസത്തേക്ക് നിങ്ങൾ ഓഫർ ചെയ്തേ. കർത്താവിന് ഓഫർ ചെയ്തേ, ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചോളാം, ഈ കൃപയ്ക്ക് വേണ്ടി ഈ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ ഒരു ത്യാഗം ഞാൻ എടുക്കാം. കണ്ണടച്ച് നിങ്ങളൊന്ന് ഓഫർ ചെയ്തേ. ആ കൃപ ചോദിച്ച യേശുവോട് കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇപ്പോൾ ഇവർ ചോദിച്ച് പ്രാർത്ഥിക്കുന്ന ഈ കൃപ ഇവരുടെ ആത്മാവിൽ നീ നിക്ഷേപിക്കണമേ. ഇവരുടെ ആത്മാവിൽ ഈ കൃപയെ നീ നിക്ഷേപിക്കണമേ. അതിന് തടസ്സം സൃഷ്ടിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളെ, അതിന് തടസ്സം സൃഷ്ടിക്കുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ അരൂപികളെ, അതിൻ്റെ എല്ലാ ആധിപത്യങ്ങളെ യേശു കർത്താവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. വിട്ടുമാറട്ടെ, കെട്ടുകൾ അഴിയട്ടെ. ഈ കൃപ ലഭിക്കട്ടെ, യേശു കർത്താവിൻ്റെ നാമത്തിൽ ലഭിക്കട്ടെ. കർത്താവ്, ഇന്നത്തെ പരിശുദ്ധമായിട്ടുള്ള ബലിയിലും ആരാധനയിലും ഇവർ ചോദിക്കുന്ന ഈ കൃപ നീ ഇവർക്ക് നൽകണമേ. അതുവഴി ഇവർ അനേകം ആത്മാക്കളെ നേടുവാൻ
ദൈവരാജ്യ ശുശ്രൂഷയിൽ തീഷ്ണതയോടെ വ്യാപരിക്കാൻ ഇവർക്ക് സാധിക്കുമാറാകട്ടെ. കണ്ണടച്ചുകൊണ്ട് തന്നെ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ ഈശോ മിശിഹായ്ക്ക്